السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അള്ളാഹു നമ്മെ ഏവരെയും ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. നമ്മുടെ സുബൈർ മാഷ് അടക്കം ഇപ്രാവശ്യം ഹജ്ജിന് പോയ എല്ലാ വിശ്വാസികളുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മറ്റ് അമലുകളെല്ലാം അള്ളാഹു സമ്പൂർണ്ണമായ രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഹജ്ജിലേക്ക് എത്താത്ത ഉംറ പോലും നിർവഹിക്കാത്ത കുറേ ആളുകൾ സമൂഹത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കേരളമെന്നല്ല, ലോകം മുഴുവനും ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങാൻ പോകുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഫുട്ബോളിനെ കുറിച്ചും മറ്റു വിനോദങ്ങളെക്കുറിച്ചും അതിൻ്റെയൊക്കെ പിറകിൽ നടക്കുന്ന കുറേ പുറംകളികളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത്. ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ആരോഗ്യം സംരക്ഷിക്കാനുള്ള എന്തൊക്കെ കായികമായ അഭ്യാസങ്ങളുണ്ടോ അതൊക്കെ പരിശുദ്ധ മതം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എക്സസൈസ് ചെയ്യാം, നടക്കാം, അതൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതും അതുവഴിയുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ നേടേണ്ടതുമാണ്. ഒരു 40-50 വയസ്സായിട്ട് ഇനി കുറച്ച് നടക്കാൻ തുടങ്ങാം, ഇനി ആരോഗ്യം സംരക്ഷിക്കാം എന്നൊരു രീതി നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. അതായിട്ടും അതേക്കുറിച്ചൊന്നും ആലോചിക്കാത്തവരുണ്ട്. സത്യത്തിൽ നേരത്തെ തുടങ്ങേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യമുള്ള മനുഷ്യനാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ, ഇഷ്ടപ്പെട്ടവൻ. അവനാണ് ഖൈറായിട്ടുള്ളവൻ, ആരേക്കാൾ ആരോഗ്യമില്ലാത്ത മനുഷ്യനേക്കാളും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രണ്ടുപേർക്കും അവരവരുടേതായ ഗുണങ്ങളുണ്ട്. ഹദീസിൻ്റെ ബാക്കിയിൽ അങ്ങനെയാണ്, രണ്ടു കൂട്ടർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും പ്രാധാന്യമുള്ളതും ആരോഗ്യമുള്ള വിശ്വാസിക്കാണ്. എന്തുകൊണ്ടാണ് ആരോഗ്യമുള്ള വിശ്വാസിക്ക് അങ്ങനെ പ്രാധാന്യം വരുന്നത്? ആരോഗ്യമാണ് ഭൗതികമായും ആത്മീകമായും നമ്മുടെ എല്ലാ പുരോഗതിക്കും നമ്മുടെ അധ്വാനത്തിനും ആവശ്യമുണ്ട്. മുട്ടിന് വേദന ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. ഊരക്ക് തകരാറില്ലാതെയാകുമ്പോഴാണ് നമുക്ക് തഹജ്ജുദ് നിരവധിയായ റക്അത്തുകൾ നിർവഹിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ആരോഗ്യമുള്ളവന് ഭൗതികമായും ആത്മീകമായും കുറേ ഗുണങ്ങൾ നേടാൻ പറ്റും. തീരെ നിസ്കരിക്കാൻ പറ്റാതെ കടന്ന് രോഗത്തിൽ അവശത അനുഭവിക്കുന്നയാൾ, അയാൾക്ക് ക്ഷമിക്കുക പോലെയുള്ള കുറേ ഗുണങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഗുണമുണ്ട് എന്ന് റസൂൽ തങ്ങൾ അവസാനം പറയുന്നത്. പക്ഷേ ആരോഗ്യത്തോടു കൂടെയാണെങ്കിൽ അദ്ദേഹത്തിന് 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റും, സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ പറ്റും, രാത്രി ദീർഘസമയം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും, കുടുംബത്തെ നന്നായിട്ട് സംരക്ഷിക്കാൻ പറ്റും. ഒപ്പിച്ച് വിഷമിച്ച് ബന്ധുക്കളെയും മക്കളെയും ജീവിതത്തിൻ്റെ പ്രത്യേകമായ സന്ദർഭത്തിൽ, ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നൊക്കെ സമയത്ത് നല്ല സാമ്പത്തിക ചെലവുണ്ടാകും. അപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ മക്കളെ വളരെ വിഷമിപ്പിച്ച് കഷ്ടിച്ച് അരിഷ്ടിച്ച് ജീവിക്കുന്ന ആ ശൈലിയിൽ നിന്ന് മാറാൻ പറ്റും. നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ഈ ആരോഗ്യമുള്ളയാളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന റബ്ബ്. ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നമുക്ക് നമ്മുടേതായ ഭാഗധേയം നിർവഹിക്കാനുണ്ട്. അപ്പം ആരോഗ്യകരമായ ഫുഡുകൾ കഴിക്കണം. ആരോഗ്യത്തിന് ദോഷാവും വിധത്തിലുള്ളതൊന്നും കുടിക്കാനോ കഴിക്കാതോ നമ്മൾ തയ്യാറാകരുത്. അപ്രകാരം തന്നെയാണ് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വ്യായാമ മുറകൾ. അതാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഫിസിക്കൽ ട്രെയിനിങ് ഏതുണ്ടോ അതൊക്കെ മതം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മതത്തിൻ്റെതായ നിയമങ്ങൾ പാലിക്കുമെങ്കിൽ. അതുകൊണ്ടാണ് അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ പറയുന്നത്, കുതിരയോട്ടം പഠിപ്പിക്കാൻ പറയുന്നത്, നീന്തൽ പഠിപ്പിക്കാൻ പറയുന്നത്. റസൂലുള്ളാഹി ഓർത്തെടുക്കുന്നുണ്ട്, ഹിജ്റയ്ക്ക് ശേഷം ഒരു കുളത്തിൻ്റെ അടുത്തെത്തുമ്പോൾ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഉമ്മയോടൊപ്പം മദീനയിലേക്ക് വന്ന, യസ്രിബിലേക്ക് വന്ന, അബവായിലേക്ക് വന്ന ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഈ കുളത്തിൽ നിന്ന് നീന്തൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് സ്വിമ്മിങ് അറിയാമെന്ന്. അങ്ങനെ സഹാബത്തിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്തി ചില മത്സരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
നന്നായിട്ടത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എന്തിന്? ഏറ്റവും കൂടുതൽ ആരോഗ്യദായകമായ ഒരു പരിപാടിയാണ് ഈ നീന്തൽ എന്ന് പറയുന്നത്. നിയത്തില്ലാതെ ചെയ്താൽ പോലും പ്രത്യേകമായി പ്രതിഫലം കിട്ടുമെന്ന് റസൂൽ പറഞ്ഞ 3-4 കാര്യങ്ങളിൽ ഒന്ന് കുതിരയെ പരിശീലിപ്പിക്കലാണ്. അപ്രകാരം തന്നെ ഭാര്യയുമായുള്ള സല്ലാപം, അവരുമായുള്ള ലൈംഗികമായ പ്രവർത്തികൾ, അതേപ്രകാരം അമ്പയത്തിനെടുക്കുന്ന സമയം. എന്തുകൊണ്ടാണത്? മനുഷ്യന് ആരോഗ്യം ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളാണിത്. ആരോഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് പിന്നെയും ഉന്നതിയിലേക്ക് പോകാൻ പറ്റും. ആ ഒരർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരതൊക്കെ മറച്ച് ദീനീ കാര്യങ്ങളൊക്കെ പാലിച്ച് ഫുട്ബോൾ കളിയിൽ ഏർപ്പെടുന്നത് വേണമെങ്കിൽ ഒരു പുണ്യകരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ അവസാന ഭാഗം മാത്രം പറയരുത്. ആരോഗ്യകരമായ രീതിയിൽ നമ്മളതിനെ കാണുന്നുവെങ്കിൽ അതൊരു പുണ്യകരമായി നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ അതൊരാവേശവും വികാരവും ദീനീപരവും ഭൗതികവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതുമാകുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ചില തിരുത്തുകളും ആവശ്യമായി വരും. എന്തിനാണ് മനുഷ്യ ജീവിതം? തീർച്ചയായും ആഖിറത്തിൽ വിജയം നേടാനാണ് ഒരു വിശ്വാസി കഠിനാധ്വാനം ചെയ്യുന്നത്. അതിന് വിരുദ്ധമാകുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അതുകൊണ്ടാണ് ഖുർആനിൽ പലപ്പോഴും നമ്മുടെ സമ്പത്തിനെ കുറിച്ച് എന്നല്ല സന്താനങ്ങളെക്കുറിച്ച് പോലും അത് ഫിത്നയാകുമെന്ന് നമ്മളോട് പറയുന്നത്. സമ്പത്തിലായിട്ട് അഭിരമിക്കുക, അത് വർദ്ധിപ്പിക്കാനും പിന്നെയും അതിനുവേണ്ടി മെനക്കെടുക. ആ സമയത്ത് ദുന്യാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ആഖിറത്തിന് ആവശ്യമായ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ പുകഴ്ത്തി മതം പറയുന്ന സമ്പത്ത് തന്നെയും ഫിത്നയായിട്ട് മാറും. സന്താനങ്ങളും അങ്ങനെയാണ്. മക്കൾക്ക് വേണ്ടി ദീനീ വിരുദ്ധമായി പരിപാടികളിൽ ഏർപ്പെടുന്ന മാതാക്കൾ, അല്ലെങ്കിൽ മക്കളെ വേണ്ട വിധം സംസ്കരിച്ച് ദീനിന് ഉപകാരപ്പെടാതെയാക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവരുടെ ധാർമ്മിക വിഷയത്തിലും മതപരമായ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാതെ അലസരായി ജീവിക്കുന്ന മാതാപിതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം മക്കൾ ഫിത്നയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും വഞ്ചിക്കപ്പെടുന്ന 2 അനുഗ്രഹങ്ങൾ എന്ന് ആമുഖം പറഞ്ഞിട്ട് അസ്സിഹത്തു വൽ ഫറാഗ, ഒഴിവ് സമയവും ആരോഗ്യവും എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യം അനുഗ്രഹമാണ്, ഒഴിവ് സമയം അനുഗ്രഹമാണ്. പക്ഷേ അത് അധിക മനുഷ്യരും അതിൽ വഞ്ചിതരാകുന്നു. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അപ്പോൾ ആരോഗ്യമുണ്ട് എന്നതുകൊണ്ട് ദീന് മറക്കുന്നു, അള്ളാഹുവിനെ മറക്കുന്നു. ഒഴിവ് സമയം വൃത്തികേടുകളിൽ ഉപയോഗപ്പെടുത്തി ആഖിറത്തിന് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് നശിപ്പിക്കുമ്പോൾ അതും വലിയ ഫിത്നയും വഞ്ചനയുമായി തീരുന്നു. അപ്പോൾ ഒരു വിശ്വാസി എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അവൻ ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും ഉറങ്ങുന്നതും ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് പോലും ആഖിറത്തിന് വേണ്ടി. ആ രീതിയിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ നമ്മുടെ ജന്മം മൊത്തം വെറും വിനോദങ്ങളിലും തമാശകളിലുമായി തീരുമ്പോൾ പ്രധാനമായി സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ മാറുന്നു എന്നാണ്. കള്ളനെക്കുറിച്ച് പറയുന്ന, അതോടൊപ്പം ചൂതാട്ടത്തെക്കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയുടെ 90-ാമത്തെ വചനത്തിൽ അതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ, ശൈത്താൻ നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ചൂതാട്ടം വഴി, മദ്യപാനം വഴി. അപ്രകാരം തന്നെ ശൈത്താൻ വല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്താണ്? വയസുദ്ദുക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ, നിങ്ങളെ നിസ്കാരത്തെ തൊട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കാൻ ചെകുത്താൻ ഇതുവഴി ഉദ്ദേശിക്കുന്നു. കള്ളു കുടിച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മാറും, നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും, മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാകും, അക്രമങ്ങളും പ്രയാസങ്ങളും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ കേരളത്തിൽ നമ്മൾ ഈ 2-3 ആഴ്ചകളായിട്ട് ആ രീതിയിലുള്ള ചില പ്രത്യേകമായ സംഭവങ്ങൾ കാണുന്നുണ്ട്. ചെറുപ്പക്കാർ കള്ളുകുടിച്ച് മയക്കുമരുന്നടിച്ച്
ലഹരിയിൽ വരിക, എന്നിട്ട് വഴിയാത്രക്കാരെ മൊത്തം ആക്രമിക്കുക, വെല്ലുവിളിക്കുക, വാഹനങ്ങൾ നശിപ്പിക്കുക. ഈ അടുത്തായിട്ട് 5-6 കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മയക്കുമരുന്നിലൂടെ, മദ്യത്തിലൂടെ, ചൂഷണങ്ങളാകുന്ന മറ്റ് സംഗതികളിലൂടെ ഇബ്ലീസ് വിചാരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കണമെന്നാണ്. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, ഈ വൃത്തികേടുകളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരിയാനാകുന്നില്ലേ എന്ന്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്കൂളിൽ നിന്ന് ദീന് പഠിച്ച് സംസ്കൃതരായ സമൂഹം ഈ ഒരു ചോദ്യം കേട്ട മാത്രയിൽ ഇന്ദഹൈന എന്നും പറഞ്ഞ് മദീനത്തെരുവിലൂടെ പ്രകടനം നടത്തി. ഞങ്ങൾ വിരമിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, പടച്ച റബ്ബ് ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിന് വിരുദ്ധമായി ഞങ്ങളെ കിട്ടൂല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി എന്നെ വിളിച്ചു, ഒരു കത്തിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി. വലിയ വലിയ തോൽപാത്രങ്ങളിൽ ശേഖരിച്ചു വെച്ച മദ്യത്തിൻ്റെ വലിയ ശേഖരങ്ങളുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ കുത്തിപ്പൊളിക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനതങ്ങനെ കുത്തിപ്പൊളിച്ചു. വീട്ടിലുള്ളതൊക്കെ ആളുകൾ ഒഴിവാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ വായലേക്ക് ഒഴിച്ചിട്ട് വിഴുങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ ആയത്ത് കേട്ടവർ അത് പുറത്തേക്ക് തുപ്പി. അവരുടെ ജീവിതം മദ്യത്തിലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. രക്തത്തെക്കാളും സിരകളിലൂടെ മദ്യമൊഴുകിയിരുന്നൊരു സമൂഹം. മരണപ്പെട്ടാൽ മുന്തിരിവള്ളിക്ക് ചുവട്ടിൽ എന്നെ മറവടക്കണമെന്ന് പറഞ്ഞ ടീം, അതിൻ്റെ വേരിൽ നിന്നൊരു തുള്ളി എറ്റി കബറിലേക്ക് കിട്ടിയാൽ എന്തൊരു സന്തോഷമാവെന്ന് വിചാരിച്ച് പാട്ടുപാടി നടന്നവർ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സംസ്കരണം ലഭിച്ചതിൻ്റെ ഒരൊറ്റ ഫലമായി അവർ ഈ ഒരായത്ത് കേൾക്കുന്ന മാത്രയിൽ ഇറക്കാൻ വേണ്ടി തൊണ്ടക്കുഴിയിലേക്ക് എത്തിച്ച മദ്യം പുറത്തേക്ക് തുപ്പി വായ കഴുകുന്നു. ഇതുപോലെയുള്ള ലഹരി വഴി അള്ളാഹു വിചാരിക്കുന്നത് എന്താണ്? അത് മനുഷ്യനൊരു പരീക്ഷണമായി ഇവിടെ വെച്ചിരിക്കുന്നു. ലഹരി ഉണ്ടാവും, പക്ഷെ അതിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുന്ന, ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വിനോദോപാധികൾ ഉണ്ടാകും. അതൊക്കെ അല്ലാഹു തആലക്ക് പറ്റോടെ ഒഴിവാക്കിയാൽ പോരായിരുന്നില്ല? അങ്ങനെ ഉണ്ടൊരു ചോദ്യം. അതൊക്കെ പറ്റോടെ ഒഴിവാക്കിയാൽ പോരായിരുന്നോ? മദ്യം എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കിയാൽ പറ്റൂലായിരുന്നു? അപ്പൊ അത് പരീക്ഷണത്തിന്റെ ലോകമല്ലാതായിത്തീരും, സ്വർഗമായിത്തീരും. അല്ല, അവിടെ പരീക്ഷണമല്ല, എല്ലാം അനുഭവിക്കാനുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു പരീക്ഷണമായി നമ്മുടെ മുമ്പിൽ വെക്കുന്നു. വെറും മദ്യമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, മക്കളും സമ്പത്തും അടക്കം, ആരോഗ്യമടക്കം എല്ലാം. പക്ഷേ അതിൽ നിന്ന് മാറി പരമമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നവനാണ് ബുദ്ധിമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അൽ ഖയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ? അൽ ഖയ്യിസ്, യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? മൻ ദാന നഫ്സഹു, അവൻ്റെ ആത്മാവിനെ അവനക്ക് നിയന്ത്രിക്കാൻ പറ്റി. വഅമില ലിമാ ബഅദൽ മൗത്ത്, നാളേക്ക് വേണ്ടി അവൻ അധ്വാനിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഓരോ കാര്യവും നാളേക്ക് ഉപകാരമാണോ, ഓരോ വാക്കും നാളേക്ക് ഉപദ്രവമാകാതിരിക്കുമോ എന്ന് വിചാരിച്ചായിരിക്കണം നമ്മൾ അതിൽ ഏർപ്പെടുന്നത്. എന്തുകൊണ്ട്? നമ്മളൊരു യാത്രയിലാണ്. പുതിയ സയൻറ്റിഫിക്കായ കുറേ പഠനങ്ങളൊക്കെ വായിച്ചു. മരണവും അനന്തരമായ ജീവിതത്തെയും സമർത്ഥിക്കുന്ന വിധം. ഞാനതിവിടെ പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. ഓസ്ട്രേലിയയിലെ ഒരു സയൻറ്റിസ്റ്റ് അതേക്കുറിച്ച് ധാരാളമായി പഠിച്ച് അയാൾ ഈയിടെ പുറത്തിറക്കിയ റിപ്പോർട്ട്, മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളും അവരനുഭവിച്ച പ്രത്യേകമായ ചില അനുഭൂതികളും ആശങ്കകളും ഒക്കെ വിശദീകരിച്ചിട്ട്. നമ്മളൊരു യാത്രയിലാണ്. ആ യാത്രയ്ക്ക് ഉപകാരമുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരെങ്കിലും സമ്പത്ത് വഴിയോ അല്ലെങ്കിൽ സന്താനങ്ങൾ വഴിയോ ഭൗതികമായ മറ്റു വിഭവങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്, വെറും ചിന്തിക്കലല്ല ഉദ്ദേശിക്കുന്നത്, നിസ്കാരം, നോമ്പാദി ഇബാദത്തുകളും പൊതുസമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യതകളും നമ്മുടെ കുടുംബത്തോട് ചെയ്യേണ്ട കടമകളും ഇതൊക്കെ പാലിക്കാതെ ആരെങ്കിലും അലസരായി നടക്കുന്നുണ്ടോ, ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജയപ്പെട്ടവരെന്ന് സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആമുഖം പറയുന്നത് എന്തിനാണ്? ആരോഗ്യത്തെ മതം പ്രോത്സാഹിപ്പിച്ചു, ആരോഗ്യമുണ്ടാകുന്ന ഫിസിക്കൽ ട്രെയിനിങ്ങിനെയൊക്കെയും മതം പ്രോത്സാഹിപ്പിച്ചു.
അതോടൊപ്പം അത് പരലോകത്തെക്കുറിച്ചുള്ള വിചാരത്തിനും ആഖിറത്തിന് വേണ്ടിയുള്ള ജീവിതത്തിനും തടസ്സമാകുന്നിടത്ത് മതം ശക്തമായി ഇടപെടുകയും ചെയ്തു, വിലക്കുകയും ചെയ്തു. ഇങ്ങനെ വേണം നമ്മൾ ഏതൊരു വിനോദത്തെയും കാണാനും മനസ്സിലാക്കാനും. ഇങ്ങനെ വരുമ്പോൾ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ എങ്ങനെയായിരിക്കും? ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്ന രീതിയിൽ ഔറത്ത് മറച്ച് നിസ്കാരത്തിനോ മറ്റോ തടസ്സമില്ലാത്ത വിധം അത്തരം കളികളിൽ ഏർപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപകാരമുള്ളൊരു ഒരു പ്രവൃത്തിയാവാനാണ് സാധ്യത. നേരെ മറിച്ച് മതപരമായി വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോയാലോ അത് ഇപ്പറഞ്ഞതുപോലെ വലിയ ഉപദ്രവമായിട്ട് മാറുകയും ചെയ്യും. ഒരു 4-5 കാര്യങ്ങളാണ് നമ്മൾ ഈ സ്പോർട്സായിട്ട് ബന്ധപ്പെടുമ്പോഴും അല്ലെങ്കിൽ വിനോദങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോഴും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വാജിബായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടയാൻ പാടില്ല. വാജിബായ കാര്യങ്ങൾ നിസ്കാരം മാത്രമൊന്നുമല്ല, കുടുംബത്തോടുള്ള ബാധ്യതകൾ. വെറും കളിക്കമ്പക്കാരനായി ഇങ്ങനെ നടക്കുക. വേനൽക്കാലത്ത് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ 7 ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഉണ്ടാകും. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പരകായ പ്രവേശം നടത്തുക. വീട്ടിലെ കാര്യങ്ങൾ നോക്കണില്ല, റേഷനരി വാങ്ങുന്നില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കണില്ല. ഇങ്ങനെ കളിക്കമ്പക്കാരൻ എന്ന് പറയുന്ന ഭ്രാന്തനായി മാറാൻ പാടില്ല. നിസ്കാരം മാത്രമല്ല വാജിബാത്ത്, നിസ്കാരം അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നു, അത് വേറെ കാര്യം. മാതാപിതാക്കളോടുള്ള ബാധ്യത, മക്കളോടുള്ള ബാധ്യത, ഭാര്യയോടുള്ള ബാധ്യത, ഇതൊക്കെ തടസ്സമാവാത്ത വിധം പന്തുകളി പോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടാൽ തകരാറില്ല. രണ്ടാമതായി, അതിൽ ഔറത്ത് വെളിപ്പെടാൻ പാടില്ല. ഔറത്ത് എന്ന് പറഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ്. റസൂലിൻ്റെ ഹദീസുണ്ട്, നിങ്ങൾ ഫഹദ് കാണിക്കരുത് കാരണം നമ്മുടെ തൊടഭാഗമാണ്, ഫഹദിലേക്ക് നോക്കരുത് എന്ന് ഹദീസുണ്ട്. അതൊക്കെ ലൈംഗികമായ ചില അഭിനിവേശങ്ങൾക്ക് കാരണമാകും. എന്ത് കാരണം നമുക്ക് ലഭ്യമായാലും മനസ്സിലായില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അംഗീകരിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. അപ്പോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്പോർട്സ് പാൻസുകളൊക്കെ ഉണ്ടല്ലോ, അത് ധരിക്കേണ്ടി വരും. അത് ധരിച്ചാൽ എങ്ങനെ കളിക്കാൻ പറ്റുമോ? സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. ഫുട്ബോളിനേക്കാൾ കാലും കൈയും ഉയർത്തേണ്ടതും മറിയേണ്ടതൊക്കെ ആയിട്ടുള്ള കരാട്ടക്കാരും ജുഡോക്കാരൊക്കെ പാൻസാണ് ഇടുന്നത്. ജുഡോ മത്സരം ഉണ്ടല്ലോ, അതേ പ്രകാരം തന്നെ പല കരാട്ടയുടെ ഭാഗങ്ങളും മത്സരമായിട്ട് ഒളിമ്പിക്സിലൊക്കെ വരാറുണ്ട്. പന്തുകളിയേക്കാളും കാല് പൊക്കേണ്ട, വളയേണ്ട, തിരിയേണ്ട, മറിയേണ്ട മത്സരങ്ങളാണിത്. അവർ ഫുള്ളായിട്ടുള്ള നല്ല കട്ടി പാൻസാണ് ഇടുന്നത്. അതില്ലാതെ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ലളിതമായി ഈ സ്പോർട്സിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള നന്നായിട്ട് ഫ്ലെക്സിബിളായ ഇത്തരം ഡ്രസ്സുകളുണ്ട്, അത് ധരിക്കേണ്ടി വരും. ഔറത്ത് കാണിക്കാൻ പാടില്ല. മൂന്നാമതായി, അത് മാത്രമൊന്നുമല്ല കേട്ടോ, ക്രിക്കറ്റ് കളിക്കാർ പാൻസാണ് ഇടുന്നത്. അവർ ഓടുന്നൊക്കെ ഉണ്ടല്ലേ, ആ സെൻറ്ററിൽ കൂടെ അങ്ങനെ ഓട്ടമുണ്ട്. പിന്നെ പന്ത് പോകുമ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമുണ്ട്. ആ ഓട്ടത്തിനൊന്നും അവരുടെ ഫാൻസ് തടസ്സമല്ല എന്ന് ആ കളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഫാൻസ് ധരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഔറത്ത് മറക്കേണ്ടത് വരും. അപ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, അതിൽ ചൂതാട്ടം, വാതുവെപ്പ് പോലുള്ളത് പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ മാഇദയുടെ 90-ാമത്തെ വചനം, ചൂതാട്ടത്തിൻ്റെ എല്ലാ വകുപ്പുകളെയും മതം വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോട്ടറിയൊക്കെ ഹറാമാന്ന് പറയണത്. ലോട്ടറിയൊക്കെ ഹറാമാണ്. അപ്പോൾ കാരുണ്യ ലോട്ടറിയൊക്കെ കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടുന്നതാണ്. ഉപകാരം കിട്ടുന്നതെല്ലാം ഹലാലാവുക എന്നുള്ളതല്ല മതത്തിൻ്റെ ഒരു രീതി. ഇപ്പോൾ ഒരാൾ കട്ടുകൊണ്ടുപോയി, അത് കുറേ ആളുകൾക്ക് വിതരണം ചെയ്തു, ഉപകാരം കിട്ടുന്നതാണല്ലോ. കായംകുളത്തുകാരൻ കൊച്ചുണ്ണിയെ കുറിച്ചൊക്കെ അങ്ങനെ കഥ കേൾക്കാറുണ്ട്. അള്ളാഹു വലിയ, അതൊരു ഐതിഹ്യമാണോ ഉണ്ടോ എന്നൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഖബർ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്മശാനത്തിൽ നമ്മൾ കാണുന്നൊക്കെ ഉണ്ടായിരിക്കും. അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു? ഈ ബൂർഷകളെ കൊള്ള ചെയ്ത് അവരുടെ ഭണ്ഡാരങ്ങളിൽ കൂടിക്കിടക്കുന്ന പൂത്ത പണം മൊത്തം മോഷ്ടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യലായിരുന്നു. പാവങ്ങൾക്ക് വിതരണം ചെയ്യാന്നുള്ളത് അടുത്തോളം അത് ഖൈറാണ്, പക്ഷെ മോഷ്ടിച്ചാവാൻ പാടില്ല. ഒരാളടുത്ത് കുറേ കാശുണ്ട്, അയാൾ കൊടുക്കണില്ല, അത് പിടിച്ചു പറിക്കാനൊന്നും ആർക്കും അള്ളാഹു അനുമതി കൊടുത്തിട്ടില്ല.
ഇസ്ലാമിക ഭരണം ഖലീഫൊക്കെ നടക്കുന്ന സമയത്ത് സക്കാത്ത് പോലത്തതൊക്കെ മേടിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരാളുടെ സമ്പത്ത് മൊത്തം പറിക്കണം, പിടിക്കണം, അത് കൊള്ളയടിക്കണം, എന്നിട്ട് വേറെ ആർക്കെങ്കിലും വിതരണം ചെയ്യണം, ഇതൊന്നും അതാരോടും പറഞ്ഞതല്ല. അപ്പം അതൊരു നല്ല പരിപാടിയല്ലേ? ആണ്. കാരുണ്യ പ്ലസ് കൊണ്ട് കുറേ ആളുകൾക്ക് ഉപകാരം കിട്ടുന്നില്ലേ? ഉണ്ട്. അതിന് വേറെ വല്ല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും. ലക്ഷക്കണക്കിന് ആളുകളെ മോഹിപ്പിച്ച് വഞ്ചിപ്പിച്ചാകാൻ പാടില്ല. നമ്മളതിൻ്റെ മതപരവും ലോജിക്കലുമായ വശമാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനത്തെ പറ്റുമല്ലേ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒന്ന് പറ്റും, വിട്ടു നിൽക്കാൻ പറ്റും. നമ്മളാലോചിച്ച് നോക്കുക, 10 കോടി 100 കോടി മോഹിപ്പിച്ച് എത്രയോ ലക്ഷം ആളുകളിൽ നിന്ന് 500 രൂപ വീതം വസൂലാക്കുന്നു. എന്നിട്ടോ ആ ഒരൊറ്റയാൾക്ക് ഇത്രയും കോടി കിട്ടുമ്പോൾ ലക്ഷക്കണക്കിനാകുന്ന ആളുകൾ അഗാധമായ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും പോകുന്നു. അതുകൊണ്ടാണ് അവരുടെ ലോട്ടറീൻ്റെ പേപ്പറും വെച്ച് അന്നത്തെ റിസൾട്ട് വായിച്ച് ആവേശഭരിതരായി അവസാനം ഒരു സി എന്നുള്ള ഇങ്ങോട്ട് പയക്കണ സമയത്ത് പത്രം കീറിയിടുന്നതും അടുത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിയണതൊക്കെ നിരാശയുടെ ആഴം കൊണ്ടാണ്. ടെൻഷനാണ്. പിന്നെ ഇവിടെ ഒരു ചങ്ങാതിയുടെ വീട്ടിലെ ലോട്ടറി ടിക്കറ്റുകളുടെ ശേഖരം അയാൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 10-20 ചാക്കിൽ നിറച്ച് അയാൾ ഇതുവരെ മേടിച്ച ലോട്ടറി ടിക്കറ്റുകളുടെ വില കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു 1ാം സമ്മാനത്തിനേക്കാളും വരും. അയാളുടെ നിരാശ എത്രയാണ്? അബദ്ധവശാൽ അയാൾക്ക് സമ്മാനം ഇതുവരെ കിട്ടിയില്ല. എന്തോ 10 റുപ്യൻ്റെ 20 റുപ്യൻ്റെ ഒക്കെ ഈ ചെറിയ അത്ര പ്രാധാന്യമില്ലാത്ത സമ്മാനമാണ് ഇതുവരെ കിട്ടിയത്. 10 ലക്ഷത്തിലേറെ രൂപ ലോട്ടറി ടിക്കറ്റിൻ്റെ ചെലവഴിച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ നിരാശയിലേക്കും വിഷമത്തിലേക്കും തള്ളിയിട്ട് അവരുടെ പണം കവർന്നെടുത്ത് വേറെ കുറച്ച് ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് ഒരർത്ഥമില്ല. ഇന്നമായി യുരീദു ഷെയ്ത്വാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാണ്. അപ്പോൾ ഈ വഞ്ചനാത്മകമായ രീതിയിലുള്ള ചൂതാട്ടം, വാതുവെപ്പുകൾ ഇല്ലാതെയാവണം കളി നടക്കുന്നത്. പലപ്പോഴും വാതുവെപ്പ് വിവാദങ്ങളൊക്കെ ഉണ്ടാവും. കളിക്കാർക്ക് തന്നെ വലിയ പൈസ സ്വകാര്യമായിട്ട് കൊടുത്ത് അവരോട് തന്നെയും ആ ടീമിനെ തോൽപ്പിക്കാനുള്ള പണിയെടുപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിന് കുറേ ബ്രോക്കർമാരുണ്ട്, ദല്ലാളന്മാരുണ്ട്. ക്രിക്കറ്റിലൊക്കെ പലപ്പോഴും അത് നടക്കുന്നതാണ്. നമ്മുടെ കേരളക്കാരനാകുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇന്ത്യയുടെ ടീമിലൊക്കെ എത്തിയതായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വാതുവെപ്പ് വിവാദങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും. വെള്ളത്തൂവാലാട്ടി കൊടുക്കുകയായിരുന്നു അന്നത്തെ അതിൻ്റെ ലക്ഷണം. പിന്നീട് എൻ്റെ കേസ് എന്തായെന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് വല്ലാതെ ബോധമല്ല. കാരണം അത് ഫോളോ ചെയ്യേണ്ട ഒരാളല്ല ഞാൻ. പക്ഷെ അന്ന് പേപ്പറുകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു സംഗതിയായിരുന്നു അത്. അപ്പം ജയിച്ചാൽ, ഇപ്പോൾ പ്രാദേശികമായ കളിയിൽ ഞങ്ങളുടെ ടീം ജയിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് നിങ്ങളെ വക, അത് പറ്റില്ല. തോറ്റ ടീം ഷട്ടിൽ കോർക്ക് വാങ്ങണം, അതും പറ്റാൻ സാധ്യതയില്ല. ഷട്ടിൽ കോർക്കും ബാറ്റും വാങ്ങേണ്ടത് എല്ലാവരും. തോറ്റ ടീം അത് വാങ്ങാന്ന് പറയുമ്പോൾ അതിലൊരു ചൂതാട്ടത്തിൻ്റെ വകുപ്പ് കടന്നു വരുന്നു. അങ്ങനെ കളിക്കാൻ പാടില്ല, കളിപ്പിക്കാൻ പാടില്ല, പുറത്തുനിന്ന് കളി കാണാനും പാടില്ല. പിന്നെ നമ്മുടെ മനുഷ്യൻ എന്ന രീതിയിൽ, മതവിശ്വാസി എന്ന രീതിയിൽ അവൻ പാലിക്കേണ്ട കുറേ അച്ചടക്കങ്ങളുണ്ട്. അതിന് വിരുദ്ധമാകാൻ പാടില്ല. അത് ജീവിതത്തിൽ ഉടനീളം വേണ്ടതാണ് കേട്ടോ. വിശ്വാസികളുടെ ആത്മഹത്യ നമ്മളിങ്ങനെ കേൾക്കുന്നു. ചെറിയ പെൺകുട്ടികളൊക്കെ, 27 വയസ്സുള്ളവരും 20 വയസ്സുള്ളവരൊക്കെ. അതും മതപരമായി ഒരു നിലക്കും അനുവദിക്കാത്ത കാര്യമാണ്. വിശ്വാസി പാലിച്ചു വരുന്ന ചില ധാർമ്മികമായ ശീലങ്ങളുണ്ട്, അതിന് വിരുദ്ധമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ സിഗരറ്റും വലിച്ച് അങ്ങാടിയിലൂടെ എങ്ങനെ നടക്കുക, അശ്ലീലാണത്. പിൽക്കാലത്ത് വന്ന സിഗരറ്റൊക്കെ വ്യാപകമായിട്ട് വന്ന കിതാബുകളിലൊക്കെ അത് ഹറാമെന്ന് തന്നെ പറയുന്നുണ്ട്. ഞാനതിൻ്റെ മസാല പറയാമല്ലോ കേട്ടോ. അബ്ദുല്ലാഹി തുർമസിയുടെ മൗഹിബത്തു ദിൽ ഫളിൽ അലാ ശർഹി ബാഫളിൽ എന്ന് പറയുന്ന കിതാബിൽ അതൊക്കെ ഹറാമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ചില എന്തെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യം ഉപയോഗിച്ച് ചിലരൊക്കെ വലിക്കുന്നുണ്ട്. ആ വലിക്കുന്നത് പരസ്യമായി ഈ ഒരു സൊസൈറ്റിയെ, വിശുദ്ധമായ മതത്തെ മാനം കെടുത്തും വിധത്തിലാകാൻ പാടില്ല. ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ.
എന്തെങ്കിലുമൊക്കെ ചില കൗലിൻ്റെയൊക്കെ ആനുകൂല്യം വെച്ചത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പാലിക്കേണ്ട ഒരു മാനവികമായ ചില ശീലങ്ങളുണ്ട്, അതിന് വിരുദ്ധമാകാൻ പാടില്ല. അപ്പോൾ ഫുട്ബോൾ കളി, അട്ടഹാസങ്ങൾ, കൂവും വിളികൾ, റഫറിയെ തല്ലല്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് അക്രമം നടത്തൽ, അതിൻ്റെയൊക്കെ പുറമെ സുബയുടെ കുറേ മുന്നേ പോയിട്ട് കളി തുടങ്ങൽ, എന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് കൂടിയിരുന്ന് സംസാരിക്കുക, അതിനിടയിൽ മയക്കുമരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുക. അത് ഫുട്ബോളായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല, ഒരവസരം കിട്ടുന്നു എന്ന് മാത്രം. ടർഫുകളിലൊക്കെ കളി കഴിഞ്ഞിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൈമാറാൻ പറ്റും. അതിപ്പോൾ പള്ളിയിൽ വന്ന് ജമാഅത്ത് കഴിഞ്ഞ് കൈമാറിയാലും തെറ്റാണേ, അത് വേറെ കാര്യം. പക്ഷെ കേരളത്തിൽ അത് വർദ്ധിക്കുന്നത് ഇതുവഴിയാണ് എന്നുള്ള ചില വായനകൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ട്? ആരുമില്ലാത്തടത്ത് അവർ ഒരുമിച്ച് കൂടാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള അവസരം ലഭ്യമാകുന്നു. അപ്പം ശത്രുത ഉണ്ടാക്കുന്ന വിധത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വരും വിധത്തിൽ തല്ലും വക്കാണവും, റഫറിനെ തല്ലലും, ലൈൻ അമ്പയറെ തല്ലലും, അല്ലെങ്കിൽ കസാര പൊളിക്കലും, വലിച്ചെറിയലും, കൂട്ടത്തല്ല് നടത്തലും മതം പാലിക്കാൻ പറഞ്ഞ മാനവികമായ സൽസ്വഭാവങ്ങൾക്ക് വിരുദ്ധമാകുന്ന ഒന്നും പാടില്ല. ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഫിസിക്കൽ ട്രെയിനിങ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും. ഇന്ന് നടക്കുന്നത് എന്താണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും വിശേഷിച്ച് നമ്മുടെ മലബാർ മേഖലയിൽ, ഒന്നുകൂടെ പ്രത്യേകമായി പറഞ്ഞാൽ നമ്മുടെ മലപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് കളി നടക്കാൻ പോകുന്നു. 17-ാം തീയതി മുതൽ 48 ടീമാണ് അതിൽ മാറ്റുരയ്ക്കുന്നത്. ഏകദേശം ഒരു മാസത്തോലേറെ അതിൻ്റെ ആരവം നിലനിൽക്കും. ഇതിൻ്റെ കുറേ മുന്നേ, ഒരു മാസം മുന്നേ മുതൽ ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് തയ്യാറായോന്നറിയില്ലേ? അതിൻ്റെ മുന്നേ മുതൽ കേരളത്തിൻ്റെ തെരുവോരങ്ങൾ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഗംഭീരമായ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലുമാണ് യുവാക്കൾ. അവിടെ ജീവിതത്തിന് വലിയ ലക്ഷ്യമുണ്ട്. ഇപ്പോഴൊക്കെ ആളുകളൊക്കെ പ്രകടനമൊക്കെ നടക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട്, ജേഴ്സി ധരിച്ചിട്ട് പ്രതീകാത്മകമായി ഫുട്ബോൾ കളികൾ നടക്കുകയാണ്. പക്ഷെ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട ആളുകൾ കൂത്താട്ടത്തിലാകുമ്പോൾ ജീവിത ലക്ഷ്യത്തിൽ നിന്നവർ ഈ ഒരു കാൽപന്തിൻ്റെ പിറകിലേക്ക് മാറി സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ SSLCയുടെ തൊട്ട് മുന്നേ നടന്ന SSLC കാലത്തുണ്ടായൊരു സംഭവം കോട്ടയത്തുകാരനാകുന്ന ഒരു വ്ളോഗർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വയനാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുവള്ളി ഭാഗത്ത് നിന്ന് 3 ചെറിയ കുട്ടികൾ 10:30-ക്ക് രാത്രി കൈ കാണിക്കുന്നതും, പാവം തോന്നി അദ്ദേഹം അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതും, സ്വാഭാവികമായി സംസാരിക്കുന്നതിനിടയിൽ ഈ പാതിരയ്ക്ക് എവിടുന്നാണ് നിങ്ങൾ വരുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നതും, ആ സമയത്ത് ഞങ്ങൾ ഫുട്ബോൾ കളി കണ്ടുവരികയാണ്, ഇവിടെ ടൂർണമെൻ്റ് ഉണ്ട്, 7th അഖിലേന്ത്യാ ഫുട്ബോൾ എന്നവർ വിശദീകരിക്കുന്നതും. നിങ്ങളെന്താ പഠിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞങ്ങൾ 10 പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോണതും. കാരണം 2 ആഴ്ച കൊണ്ട് SSLC പരീക്ഷ വരികയാണ്. എന്നിട്ട് അദ്ദേഹം അയാളുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയത്, ഞങ്ങളുടെ മേഖലകളിലൊക്കെ, തെക്കൻ മേഖലകളിലൊക്കെ ഉദ്യോഗാർത്ഥികളാകുന്ന രക്ഷിതാക്കൾ ലീവ് എടുത്തു മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് മലബാറിലെ SSLC കുട്ടികൾ പന്തുകളി കാണാൻ വേണ്ടി രാത്രി പാഴാക്കി കളയുന്നു എന്നായിരുന്നു. നമ്മളെ ചെറിയ തോണ്ടിയുള്ളൊരു വർത്താനാണത്. നമ്മളെ പറഞ്ഞു കയറ്റിയതാണ് ആരൊക്കെയോ. നമ്മളാണ് ഫുട്ബോൾ കളിൻ്റെ രാജാക്കന്മാരൊന്നും ഫാൻസുകളൊന്നും. നമ്മൾ ഈ നാടായ നാട് മൊത്തം ഫ്ലെക്സ് നിറച്ചില്ലെങ്കിൽ, അന്യരാജ്യങ്ങളുടെ കൊടി കെട്ടി മലിനമാക്കിയില്ലെങ്കിൽ ആ കളിക്ക് എന്തോ കുഴപ്പം പറ്റുന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഫ്ലെക്സ് മത്സരമാണല്ലോ നടക്കുന്നത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് 400 അടി നീളമുള്ള ഫ്ലെക്സാണ് കേരളത്തിൽ നമ്മുടെ ജില്ലയിൽ സ്ഥാപിച്ചത്. 400 അടി. എത്ര കമ്പി വേണം, എത്ര ഫ്ലെക്സ് വേണം? അതിൽ നിന്ന് എന്തൊക്കെ കെമിക്കൽ അന്തരീക്ഷത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നു, ആ നാട്ടുകാരുടെ ആരോഗ്യത്തിന് എത്രമേൽ അത് ക്ഷീണം വരുത്തുന്നു. എത്ര ലക്ഷം രൂപ അത്തരം സാങ്കേതികൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നു. ഈ ഫുട്ബോൾ മത്സരം കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തി എന്താണ്? എന്നിട്ട് അതിനോട് മത്സരിച്ച് ഇനി 450 ഫ്ലെക്സ് വെക്കുന്നവരാണ് ആ ഫ്ലെക്സ് യുദ്ധത്തിൽ വിജയിക്കാൻ പോണത്.
കാരണം അവർ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്, കൊണ്ടുവരും ഇതിനേക്കാൾ വലുതൊന്ന്. 350 അടിയുണ്ട്. ഇടുക്കിയിലൊരു പാടത്ത് മൊത്തം സ്ഥാപിച്ചതുണ്ട്. ചെറിയ ചെറിയ ടീമിന്റെ ഫാൻസുകൾ അവരെ കൊണ്ടാകും വിധത്തിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തൊക്കെ ഒരു ടൗണിലെത്തിയാൽ ഫ്ലെക്സിന്റെ വിഷമേൽക്കാതെ ഈ സമയത്ത് ഒരു മനുഷ്യന് തിരിച്ചു വരാൻ സാധ്യമല്ല. നമ്മുടെ ദേവർശ്വരസ്ഥ നടത്തിയ മഹത്തായ സ്വയസിൻ്റെയും സമസ്തയുടെയും നേതൃത്വത്തിൽ മഹത്തായ ഒരു കർമ്മമായിരുന്നല്ലോ നമ്മുടെ ആ സമൂഹ വിവാഹം. 850 ചെറുപ്പക്കാരികൾക്ക് സാമ്പത്തികമായി വളരെ അധോഗതിയുള്ള ആ സമൂഹത്തിന് ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കൂട്ടുകൊണ്ടുവന്ന വലിയൊരു സാമൂഹികമായ ധർമ്മം. അത് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ ഞെട്ടിപ്പോയി. തമിഴ്നാട്ടിൻ്റെ തെരുവോരങ്ങളിൽ ഒരു ചെറിയ നോട്ടീസ് പോലുമില്ല. നമ്മൾ ദുബായി പോയി ഇറങ്ങിയതുപോലെ, ജിദ്ദയിൽ പോയി ഇറങ്ങിയതുപോലെ ഒരു ചെറിയ നോട്ടീസ് പോലുമില്ല. ഫ്ലെക്സ് ഇല്ല, കൊടിതോരണങ്ങളില്ല. തെരഞ്ഞെടുപ്പിന്റെ സീസണാണ്, അതുകൂടെ മനസ്സിലാക്കണം. ഈ ഒരു ചെറിയ നാട്ടിൽ, തമിഴ്നാട്ടിൽ 7 കോടി ജില്ലാന ജനങ്ങളാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഏകദേശം 4 കോടിയുടെ അടുത്ത് ജനങ്ങളുണ്ട്. കേരളത്തെക്കാൾ 4-5 ഇരട്ടി വലുപ്പമുണ്ട് തമിഴ്നാട്. ഈ 4 കോടിയോളം ജനങ്ങൾ ഒരുമിച്ച് കൂടി കിടക്കുന്ന ഈ ചെറിയ പ്രദേശത്ത് പരമാവധി അനാവശ്യമായ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് വിഷം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്മേളനങ്ങളിലില്ലെന്ന് ചോദിക്കണ്ടല്ലോ, വളരെ ചെറിയ രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒഴിവാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതങ്ങനെയല്ല, 400 അടിയാണ് നീളം. ഇതിനു വേണ്ടിയുള്ള സംസാരങ്ങൾ, വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ, അതിലെഴുതുന്ന ചില വാക്കുകളൊക്കെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നത്. ഫുട്ബോളിന്റെ ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? മുഅ്മിനായ മനുഷ്യന്മാർ ഫ്ലെക്സിൽ എഴുതുകയാണ്, ഒരു ചങ്ങാതിയുടെ ഫോട്ടോ വെച്ച്, ആ സകലം പച്ച കുത്തി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചങ്ങാതിയുടെ ഫോട്ടോ വെച്ചിട്ട് ഫുട്ബോളിന്റെ ദൈവം. ഞാൻ ഇന്നലെ ഞെട്ടിപ്പോയി ഒരു ഇത് കണ്ടപ്പോ. മിസ് യു ഏഞ്ചൽ എന്ന് എഴുതി വെച്ചിരിക്കണം. ആകെ പേടിച്ച്, മലക്കിനെങ്ങനെ അവർക്ക് മിസ് ചെയ്യണത്? അവൻ നോക്കുമ്പോൾ കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നല്ലോ ഒരു മലക്ക് പേരുള്ള ചങ്ങാതി അർജന്റീനയിൽ, അവനെ പറ്റിയാണ്. അപ്പം നൊസ്റ്റാൾജിയ മാറുന്നില്ല. കഴിഞ്ഞ കളിക്ക് ഉണ്ടായിരുന്നു, വയസ്സായപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഓനെ കാണാനായിട്ട് അവന് വേണ്ടി ഒരു വലിയ ഫ്ലെക്സ്, മാലാക്ക നഷ്ടമായ സങ്കടം തീർക്കാൻ. ഇതിൻ്റെ പേരങ്ങനെ ആയിരുന്നുവല്ലോ. പിന്നീട് നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ മൊത്തം അത് ഞാൻ നേരത്തെ പറഞ്ഞു. ജോലിക്ക് പോകുന്നവർ, ആരോഗ്യപരമായി പ്രയാസങ്ങളുള്ളവർ, വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷയെ അഭിമുഖീകരിക്കുന്നവർ എല്ലാവരും ഇനി ഒരു 1.5 മാസം ആരോഗ്യം ശ്രദ്ധിക്കാതെ ഉറക്കൊഴിക്കാനും, ജോലിക്ക് പോകാതെ ഫുട്ബോളിന് മുന്നിൽ ചടഞ്ഞിരിക്കാനും, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്താനും, ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീമിന് വേണ്ടി തല്ലും കുത്തും നടത്താനും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം മാറ്റിവെക്കുമ്പോൾ അത് എത്രമേൽ ഈ സമൂഹത്തിനെ പൊതുവെ ബാധിക്കും എന്നത് നമ്മൾ ആലോചിക്കണം. ഒരു കളിയിൽ നിന്ന് സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന ഒരു വൈറസിലേക്ക് ഫുട്ബോൾ മാറുന്നത് അപ്പോഴാണ്. ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന എത്ര വിധം അക്രമങ്ങളുണ്ട്. നിരവധിയായ ആളുകൾ സംബന്ധമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞാനതിൻ്റെ കണക്കുകളൊന്നും വായിക്കുന്നില്ല, ചിലതൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ അക്രമങ്ങൾ നടന്നിട്ട്, ഗംഭീരമായ പോരാട്ടം നടന്നിട്ട് നിരവധിയായ ആളുകൾ മരണപ്പെടുന്നത് നമ്മുടെയൊക്കെ മുന്നിൽ കണക്കുകൾ പറയുന്നുണ്ട്. ഇത് ആരാധന കൂടുമ്പോഴാണ്, നമ്മുടെ ടീം തോറ്റു എന്നുള്ളത് സമ്മതിക്കാൻ പ്രയാസമാകുമ്പോഴാണ്. ഇതിൻ്റെ കുറേ യുക്തി വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് വായിക്കാനും പഠിക്കാനൊക്കെ പറ്റും. ഏറ്റവും കൂടുതലായി ആളുകൾ മരിച്ചത് എസ്റ്റാഡിയോ നാഷണൽ ദുരന്തം എന്ന് പറയുന്ന പെറുവിൽ 1964 അന്നത്തെ ഫുട്ബോൾ മത്സരത്തിൻ്റെ പിറകെയുണ്ടായ തല്ലും ബഹളവും കാരണം അത് ഒരു സമനില, പെറു എന്ന് പറയുന്ന ടീം സമനില ഗോൾ നേടിയപ്പോൾ അത് നിയമപ്രകാരം ശരിയല്ല എന്നുള്ള രീതിയിൽ റഫറി അനുവദിച്ചില്ല എന്നാണ്. അതോടുകൂടെ ഉണ്ടായ യുദ്ധത്തിൽ
അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടത്തിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ 328 പേരാണ് ആ ദിവസം മരണപ്പെട്ടത്. 328. ഫുട്ബോൾ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ഭീകരമായ മരണം അതായിരുന്നു. 2022 കാഞ്ചുരുഹാൻ സ്റ്റേഡിയത്തിൽ ഇന്തോനേഷ്യയിൽ നടന്ന ദുരന്തത്തിൽ, ഇത് ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ഭൂകമ്പം എന്നൊന്നും മനസ്സിലാക്കരുത്, ഈ ഫുട്ബോൾ കളിക്കാരും ഫുട്ബോൾ ആരാധകരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുള്ള യുദ്ധത്തിൽ 135 പേർ കൊല്ലപ്പെടുന്നു. മൂന്നാമതായി ഘാനയിൽ നടന്ന ഒരു അക്ര സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഭീകരമായ തല്ലിൽ 127 പേർ മരണപ്പെടുന്നു. അതേപ്രകാരം തന്നെയാണ് ഇംഗ്ലണ്ടിൽ 1989 97 മരണം സംഭവിച്ചു. നേപ്പാളിൽ 1988 93 പേർ. ഈജിപ്തിലെ പോർട്ട് സൈഡ് സ്റ്റേഡിയത്തിൽ 2012 79 പേർ. അർജന്റീനയിൽ 1968 71 പേർ. റഷ്യയിൽ 1982 62 പേർ. ഇത് ദീർഘമായ കണക്കാണ്, ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കേരളത്തിലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലയിലൊക്കെ ഉണ്ടാവുന്ന ഈ സെവൻസ് ഫുട്ബോളുകളിൽ നിരവധിയായ തല്ലുമൊക്കെയാണ് നടക്കുന്നുണ്ട്. അമിതമായ ആരാധന മൂത്ത് അവനിഷ്ടപ്പെടുന്ന ഫുട്ബോൾ ടീം തോറ്റുപോകുമ്പോൾ ആത്മഹത്യ ലോകത്ത് സ്ഥിരമായി നടക്കുന്ന ഒരു സംഗതിയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ സൗദി അറേബ്യയുമായി അർജന്റീന തോറ്റ 1-ാം ദിവസത്തിൽ എറണാകുളത്തൊരു സാധു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഈ അർജന്റീന ടീം ഇത് അറിയുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ ഷഹീദായ കഥ. ഓരോ ചങ്ങാതിമാർക്ക് ക്ലബിൽ നിന്നും മറ്റും കിട്ടുന്നത് ഡെയിലി കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ്. അതിൽ നിന്നൊരു 10 രൂപ 400 അടിയുള്ള ഫ്ലെക്സ് വെക്കുന്നതിലേക്ക് നിങ്ങൾ എടുത്തോളൂ എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ഇതുവരെ ഒരിക്കലും അയച്ചു കൊടുത്തിട്ടുണ്ടോ? കളി എന്നതിൽ നിന്ന് ഇതൊരു വമ്പിച്ച വികാരം എന്നതിലേക്ക് മാറുമ്പോൾ മനുഷ്യന് കുറേയേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ 2018 ലോകകപ്പിൽ റഷ്യയിലായിരുന്നു അത് നടന്നത്. അർജന്റീന ക്രൊയേഷ്യയോട് തോറ്റ സമയത്ത് ഒരു ചങ്ങായി ആത്മഹത്യ ചെയ്തു. എനിക്ക് ഇനി ലോകത്തൊന്നും കാണാനില്ല, മരണത്തിലേക്ക് പോകുന്നു, എൻ്റെ തോൽവിക്ക് ആരും ഉത്തരവാദിയല്ല എന്നായിരുന്നു അവൻ എഴുതി വെച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്ത്യൻ ടീമാണെങ്കിൽ പോലും നമുക്കൊന്ന് മനസ്സിലാക്കാമെന്ന്, നമ്മുടെ ടീമല്ലേ, കുറച്ചൊക്കെ വികാരം ഉണ്ടാവണമല്ലോ എന്ന് കരുതിയിട്ട്. അതിലൊരു അർത്ഥമൊന്നുമില്ല കേട്ടോ. ഇത് അർജന്റീന എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കയിലുള്ള, അവനിതുവരെ കാണുക പോലും ചെയ്യാത്തൊരു നാട് വേറൊരു ടീമിനോട് മത്സരിച്ച് തോൽക്കണം. അതോടെ മൂപ്പര് എഴുതി വെക്കുകയാണ്, എൻ്റെ തോൽവിക്ക് ആരും കാരണക്കാരല്ല, അതുകൊണ്ട് ഇനി എനിക്കൊന്നും കാണേണ്ടതില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മൂപ്പര് ആത്മഹത്യ ചെയ്യും. 2022 നമ്മുടെ ഖത്തർ ലോകകപ്പിൽ ശൂരനാട് കൊല്ലത്ത് ഇപ്രകാരം തന്നെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അതേപ്രകാരം തന്നെ കുറേ പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ കേരളത്തിൽ തന്നെ അത് കുറേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള ആത്മഹത്യയിൽ അത്ര പുറകിലല്ലല്ലോ. ലോകാടിസ്ഥാനത്തിൽ തന്നെ ആത്മഹത്യയുടെ ഒരു വലിയ നിലവാരത്തിലാണ് കേരളം ഉള്ളത്. എന്ന് മാത്രമല്ല, ദേശീയ ശരാശരിയേക്കാളും ആത്മഹത്യ കേരളത്തിൽ 4 ഇരട്ടിയെങ്കിലും കൂടുതലാണ്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ പാടില്ലാത്ത ചില സംഗതികൾ, അതിലുള്ള ഈ വാതുവെപ്പുകളാണൊന്ന്. അതേപ്രകാരം തന്നെ ഈ വലിയ വലിയ ക്ലബ്ബുകൾ അവരുടെ സാമ്പത്തിക ഭദ്രതയനുസരിച്ച് ആളുകളെ മൊത്തം വിലക്കെടുക്കുന്നതും അവരുടേതായ രീതിക്കനുസരിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതും, അങ്ങനെയുള്ള സാമ്പത്തികമായ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആലോചിച്ച് നോക്കുക. ഈ ജേഴ്സി വാങ്ങാൻ, ഫ്ലെക്സ് തൂക്കാൻ, കൊടികൾ വെക്കാൻ ചില നാടൊക്കെ മൊത്തം അലങ്കരിച്ചിരിക്കുക. അവരിഷ്ടപ്പെടുന്ന ഫുട്ബോൾ ടീമിൻ്റെ കൊടിക്കൊക്കും വിധം നീലയും വെള്ളവും കളറുള്ള ഈ വിവിധങ്ങളായ അലങ്കാരം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിനൊക്കെ വേണ്ടി വരുന്ന സാമ്പത്തികമാവുന്ന ധൂർത്തുകൾ. ഈ 400 അടിയുള്ള ഫ്ലെക്സൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഉയരവും നന്നായിട്ടുണ്ട്, 2 മീറ്റർ 3 മീറ്റർ. അതിന് നല്ല കമ്പികൾ ഉപയോഗിച്ച് ഫ്രെയിം ഉണ്ടാക്കണം. അതിന് വരുന്ന ചെലവുകൾ. പിന്നെ പല ക്ലബ്ബുകളും കടത്തിലേക്ക് എത്തുന്നത് ചിട്ടിപ്പണത്തെ ആശ്രയിച്ചുകൊണ്ട് പിന്നീട് പലിശയിലൂടെ ജീവിച്ച് സാമ്പത്തികമായി വലിയ തകരാറുണ്ടാകുന്നത്.
വിദേശ ഫുട്ബോൾ യാത്രകൾ, കുറേ ആളുകൾ ഖത്തർ പോവുക, കുറേ ആളുകൾ ബ്രസീൽ പോവുക, അതിൻ്റെ മുന്നത്തെ ഫുട്ബോൾ ടീം കളിയിൽ. ചില സെലിബ്രിറ്റികളൊക്കെ മതരംഗത്ത് തന്നെയും പ്രസിദ്ധരായ ചില സെലിബ്രിറ്റികളൊക്കെ ബ്രസീലിലേക്ക് പോവുക. എന്നിട്ട് അവരുടെ ജേഴ്സിയൊക്കെ ധരിച്ച് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് ആരവം മുഴക്കുക, പ്രത്യേകമായ ചൂളടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കുറേ സ്വാധീനങ്ങളും പ്രചോദനങ്ങളും ഉണ്ട്. ഇത് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റൂല. പ്രത്യേകമായ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല ഞാൻ പറയണത്, അങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. താനും അതിനുവേണ്ടി ഉണ്ടാകുന്ന സാമ്പത്തികമായ വലിയ ബാധ്യതകൾ. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറയാണ്, ഞാൻ മോനോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തു തരാം, ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യല്ലേ, നീ കളി കാണാൻ വന്നോന്ന്. ഭയങ്കര വലിയ ബിസിനസ്സുകാരനൊന്നുമല്ല, ഒരു ശരാശരി 1500-2000 റിയാലില് ഈ ജീവിച്ചു പോകുന്നൊരു പാവപ്പെട്ടോ. അളിനോട് പറഞ്ഞ വലിയൊരു മഹത്വം എന്താന്ന് വെച്ചാൽ, ജോലിപരമായി തടസ്സമില്ലാത്ത ഏതൊക്കെ ദിവസം ഉണ്ടോ അന്നൊക്കെ ഞാൻ കളി നേരിട്ട് കണ്ടു എന്നാണ്. വല്ലാത്തൊരു സൗഭാഗ്യം. മൂപ്പര് ഇത്ര ഉംറ ചെയ്തു എന്ന് പറഞ്ഞ മാതിരി, മൂപ്പര് ഇത്ര ഖുർആൻ ഖത്തം തീർത്തു എന്ന് പറഞ്ഞ മാതിരി, മൂപ്പർക്ക് കിട്ടിയ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. മൂപ്പര് അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ ഈ വിദേശത്തേക്ക് ജോലിക്ക് വന്നിട്ട് കുറേ നഷ്ടങ്ങളുണ്ടായി അല്ലേ, സ്വാഭാവികം. ഭാര്യ മക്കളുമായിട്ടുള്ള ഡീലിങ്, നമ്മുടെ നാട്ടിലെ പരിപാടികളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായി. അത് മൊത്തം തീർന്നത് വേൾഡ് കപ്പ് വന്നപ്പോഴാണ്. ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, അതെങ്ങനെ തീർന്നു? എനിക്ക് ജോലി സംബന്ധമായി ജോലി മുടക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങളുണ്ടായി. അതല്ലാത്ത എല്ലാ ദിവസവും ഞാൻ നേരിട്ട് കളി കണ്ടു. നമ്മുടെ ടിക്കറ്റിനൊക്കെ എത്ര വില, അതൊന്നും നോക്കിയില്ല എന്ന് അവർ പറഞ്ഞു. എന്തൊരു സൗഭാഗ്യം. അതിനുള്ള സെലിബ്രിറ്റികൾ ഇവിടുന്ന് ബ്രസീലിലേക്ക് പോണത്, അല്ലെങ്കിൽ റഷ്യയിലേക്ക് പോണത് എന്തിന്? നേരിട്ട് കാണാൻ. ഇതേ സാധനം തന്നെ അവരുടെ വീട്ടിൽ ടിവിന്ന് കാണാൻ പറ്റും, പക്ഷെ അതുപോലെ കുറച്ചുകൂടെ ഉഷാറ് കാണാൻ വേണ്ടി. എന്നിട്ട് മൂപ്പര് പറയാണ്, മൂപ്പരൊരു വലിയ മഹത്വം, ഞാൻ എൻ്റെ മോന് ഫോൺ വിളിച്ചു, ഞാൻ ടിക്കറ്റ് വിട്ടുതരാം, അന്നെപ്പോഴല്ല ഇപ്പം ഇത് നടക്കുള്ളൂ, കടം വാങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, നീ കയറ്, കളി കണ്ടോ എന്ന് ഞാൻ അവന് ഫോൺ വിളിച്ചു. ഈ അവനൊരു മൂല്യറ്റി കൂടിയാണ്, അതാണ് വലിയ രസം. ആ കുട്ടിയുടെ നന്മ കൊണ്ടവൻ പറഞ്ഞു, ഞാൻ അതിനൊന്നുമില്ല, എന്താ നിങ്ങൾക്ക് പിരാന്താന്ന് ചോദിച്ചോലോ. ആ കുട്ടിയുടെ നന്മ കൊണ്ട്, അവനൊരു മൂല്യറ്റിയാണ്, അവൻ്റെ നന്മ കൊണ്ട് അവൻ പറഞ്ഞു ഇത്ര, ഞാൻ അതിനൊന്നുമില്ല, എന്താപ്പം നിങ്ങൾക്ക് പിരാന്തോന്ന് ചോദിച്ചോളൂ. അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് ഗൾഫ് പോയിന്റ് നഷ്ടം തീർന്നത് ഫുള്ള് കളി കണ്ടപ്പോൾ. കരിഞ്ചന്ത, അമിതമായ പിരിവുകൾ, ടിക്കറ്റുകൾ പൂഴ്ത്തി വെക്കുന്നത്, ചൂതാട്ടം, വലിയ വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി നടക്കുന്ന വാതുവെപ്പുകൾ, ഉറക്കമില്ലായ്മ. ഇപ്പൊ അമേരിക്കയിലാണ് കളി നടക്കാൻ പോണത്. അവിടെ പകല് പറഞ്ഞാൽ നമ്മളവിടെ രാത്രിയാണ്. നമ്മളവിടെ രാത്രിയാണ്. അപ്പോ നേരം വെളുക്കോളം കളി കാണുക. ഒരു ദിവസം 2-3 കളിയൊക്കെ ഉണ്ടാവും. ഇതിന്റെ വലിയ മുഹിബ്ബീങ്ങൾ അതൊക്കെ കാണും. അപ്പൊ ആ സീസണിൽ മൊത്തം ഉറക്കൊഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പഠന രംഗത്തും ജോലി രംഗത്തും ആരോഗ്യ രംഗത്തുമുള്ള പതർച്ചകൾ, ഒരു കൺട്രോളും ഇല്ലേ. ചെറുപ്പക്കാര് മൊത്തം നേരം വെളുക്കുവോളം അങ്ങാടിയിലും ക്ലബ്ബുകളിലും ഒരുമിച്ചിരുന്ന് കൂത്താടുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യുക. ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് കുറച്ചത് കയറ്റിയാൽ കുറച്ചേരം ഒരു ഊർജ്ജസ്വലത ഉണ്ടാവും. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഇപ്പോൾ തൂഫാൻ എന്നും പറഞ്ഞിട്ട് അതിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. നമ്മളെല്ലാ അർത്ഥത്തിലും പിന്തുണക്കേണ്ടതാണ്. സ്വകാര്യ നമ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ വിളിച്ചു പറഞ്ഞാൽ ആർക്കും അറിയില്ല നമ്മളാ പറഞ്ഞതെന്ന്. മൊത്തം എടുത്തു മാറ്റാനുള്ള അധ്വാനം ഗവൺമെൻറ് നടത്തുന്നുവെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, ആരോഗ്യമില്ലാത്ത കുറേ വൃത്തികെട്ടവന്മാരെ സൃഷ്ടിക്കുന്ന ഈ താന്തോന്നിത്തത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുന്ന നമ്മളൊക്കെ അതിനോട് സഹകരിക്കണം. ഗവൺമെൻറ്റിനോട് ഒരു കാര്യം കൂടിയും പറയണം. അവർക്ക് ലാഭം കിട്ടാത്ത, കരിഞ്ചന്തയിൽ മാത്രം ലഭിക്കുന്ന കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, MDMA മാത്രമല്ല ലഹരിയെന്ന്. ഗവൺമെൻറ് അടിച്ച് വിതരണം ചെയ്യുന്ന വിദേശ മദ്യം ലഹരിയാണെന്ന്, ചാരായവും കള്ളും ലഹരിയാണെന്ന്, അത് കുടിച്ചാലും അനർത്ഥങ്ങളുണ്ടെന്ന്, ആരോഗ്യം നശിക്കുന്നുണ്ടെന്ന്, കൊലപാതകങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന്, കള്ളും ഷാപ്പുകളിൽ ഇടയ്ക്കിടെ തല്ല് നടക്കുന്നുണ്ട് എന്ന്. കുറേ സ്ത്രീകൾ അകാല വൈധവ്യത്തിലേക്ക് പോകുന്നുണ്ടെന്ന്,
കൊലപാതകങ്ങൾക്ക് കുറേ പട്ടച്ചാരായവും സാധാരണ കള്ളും മൂലവെട്ടിയും മങ്കുറിണിയും കാരണമാകുന്നുണ്ട് എന്ന്. ഇതൊക്കെ ഹലാലായ കള്ള്, ലഹരി. നേരെ മറിച്ച് നമുക്കത്ര വരുമാനമൊന്നും കിട്ടാത്ത കരിഞ്ചന്തയിൽ വിൽക്കണ കഞ്ചാവ്, MDMA, ഇതൊക്കെ ഭീകരം. അതുകൊണ്ട് അതിനെതിരെ വേട്ടയാടൽ, തൂഫാൻ നടത്തൽ, ഇത് പോരൊന്നും മൊത്തം ലഹരിയെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തണമെന്നും കൂടെ നമ്മൾ ആവശ്യപ്പെടണം. അങ്ങനെ ആയിരിക്കും ഗവൺമെന്റിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും മാരകമായത് ആദ്യം പിടിക്കാനായിരിക്കും അവർ വിചാരിച്ചത്. അപ്പം നേരം വെളുക്കോളം 2ഉം 3ഉം കളി കാണാൻ വേണ്ടി ചെറുപ്പക്കാർ അങ്ങാടിയിലും ക്ലബ്ബുകളിലും ചുറ്റി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും മയക്കുമരുന്നിൻ്റെ വിതരണം നടക്കും. കുറേ ആളുകൾ മദ്യപാനം ശീലിക്കും. വേറെ കുറേ വൃത്തികേടുകൾ പഠിക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അത് കാരണമാകും. ആരും നിയന്ത്രിക്കാനില്ല, അതാണ് പ്രശ്നം. ഏകദേശം ടീനേജുകാരായിരിക്കും, എൻ്റെ തൊട്ടു മേലുള്ള യുവാക്കളായിരിക്കും. അപ്പോൾ അവരൊരുമിച്ച് കൂടി നേരം വെളുക്കോളം നട്ടപ്പാതിരക്ക് അലസരായി നടക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ ഇത്തരം വില്ലന്മാരെത്തും. മയക്കുമരുന്ന് വിതരണത്തിന് വിപുലമായ ശൃംഖലകളുണ്ട്. അവരെല്ലാ സാധ്യതകളെയും പരമാവധി ഉപയോഗപ്പെടുത്തും. അങ്ങനെ നമ്മുടെ സമൂഹം, കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ കൂടുതൽ ലഹരിയിലേക്ക് എത്തും. പരീക്ഷക്കാലത്തുള്ള പഠന വീഴ്ചകൾ, പരീക്ഷക്കാലം മാത്രമല്ലല്ലോ, ക്ലാസ് നടക്കൂലേ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള സാധനങ്ങൾ ഒരധ്യായം പഠിക്കാതെ വന്നാൽ അടുത്തത് കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഒന്നിലധികം അധ്യാപകർ നമ്മുടെ ഈ വേദിയിലുണ്ട്. ഞാൻ വല്ലാതെ അതേക്കുറിച്ച് വിശദീകരിക്കല്ല. ആദ്യം പഠിക്കുന്ന ഒരു പാഠം അത് പഠിയുന്നില്ല, അതിന് നമ്മൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അന്ന് ഉറക്കു തൂങ്ങിയതാണ്, നേരം വെളുക്കോളം അർജന്റീനയുടെ കളി കണ്ടതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അടുത്തത് അതിനെ തുടർന്ന് വരുന്നതൊക്കെ നഷ്ടമായി മാറും. അപ്പോൾ പരീക്ഷക്കാലല്ലെങ്കിൽ പോലും ഈ 1.5 മാസം വിദ്യാഭ്യാസത്തെ വളരെയേറെ ബാധിക്കുന്നതാണെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ക്ലാസ് കട്ട് ചെയ്യുക, സ്കൂളിൽ ഹാജർ നില കുറയൽ, ഇതൊക്കെ ഈ സീസണിൽ സംഭവിക്കുന്നതാണ്. എന്തിനാ ക്ലാസ് കട്ട് ചെയ്യണത്? ആ സമയത്ത് കളയേണ്ട പിന്നെ കട്ട് ചെയ്യല്ലാതെ എന്താ ചെയ്യുക? ഫോണിൽ കുത്തിയിരിക്കുന്നത്, ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്, മാതാപിതാക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം വീട്ടിൽ മെല്ലെ എഴുന്നേറ്റ് ജ്യേഷ്ഠനും അഞ്ചനും കൂടിയും ചേർന്നിട്ട് പന്തുകളി കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യമായി കളി കാണുന്ന സമയത്ത് അവർ ലൈറ്റ് ഓഫ് ആക്കി ഉണ്ടാവും. മൊബൈൽ ഫോണിൽ ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ എന്ത് കണ്ടാലും 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ കണ്ണ് നശിച്ചു തുടങ്ങും. ഇത് 1.5 മണിക്കൂറാണ്, ചിലപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് നീളും. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും. അതും കഴിഞ്ഞാൽ പിന്നീട് ചില സംഗതികൾ ഞാൻ ഷൂട്ടൗട്ട് കഴിഞ്ഞിട്ട് അതിലും സമാനം എന്താ ചെയ്യുക? പിന്നെ വേറെ എന്തെങ്കിലും കൈ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ശരിക്ക് 2, 2.5, 3 മണിക്കൂർ ഇതിൽ നോക്കിയിരിക്കും. പന്തളിക്ക് എത്രയൊക്കെ ആരോഗ്യപരമായി മഹത്വം പറഞ്ഞാലും ഇന്ന് കണ്ടുവരുന്ന കളി നമുക്ക് അനുകൂലിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ തൊട്ട് 10 മീറ്റർ അപ്പുറത്തുള്ള മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം, അർജന്റീനയും ബ്രസീലൊന്നും അങ്ങോട്ട് കളിക്കാൻ വന്നിട്ടില്ല. അത്ര ആവേശക്കാരൊന്നും അവിടെ ഇല്ല. മലപ്പുറവും കോട്ടയുമാണ് ഏറ്റുമുട്ടിയതെന്ന് എനിക്ക് തോന്നണേ. 20,000 ആളുകൾക്കാണ് അത്ര ഇതിൽ ഇരിക്കാൻ പറ്റുക. പക്ഷെ 25,000-ലേറെ ആളുകൾ വന്നു. 6 മണിക്കാണ് കളി തുടങ്ങുന്നത്. അന്ന് 6:25-നാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കൽ. അന്നത്തെ കളിയെക്കുറിച്ചും നമ്മുടെ കളിക്കമ്പത്തെക്കുറിച്ചും പേപ്പറുകളൊക്കെ എഴുതിയത് എന്താണ്? ഈ ചങ്ങാതിമാർ ഓടി കളിക്കാൻ വേണ്ടിയിട്ട് ആ ലൈന് വരെയും കാണികളുണ്ടായിരുന്നു. കളിക്കാരവിടത്തും പോലും ഇങ്ങനെ മാറിക്കൊടുക്കും. സഹകരണം, അത്ര കളികൾ. ആ കളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 മണിക്കൂറിൽ അവസാനിച്ചില്ല, സമായി. സ്പെഷ്യൽ ടൈം 15 മിനിറ്റ് എങ്ങാണ്ട് കൊടുത്തു, അതിലും സമായി. പിന്നെ ഷൂട്ടൗട്ടും വേറെന്തോ സാധനം ഉണ്ട്, അതും ഒക്കെ കഴിഞ്ഞിട്ട് എത്ര ആയാലും എന്താ, അൽഹംദുലില്ലാഹ് മലപ്പുറം ജയിച്ചു, ഖൈർ അല്ലേ. പക്ഷെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഏകദേശം 9 മണിയായിരുന്നു. ആ 25,000-ൽ ഒരു 21,000-22,000 ആളുകൾ മുസ്ലിങ്ങളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരെണ്ണം വന്ന് മഗ്‌രിബ് നിസ്കരിച്ചില്ല. 4 നിലയുള്ള പള്ളിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, 10 മീറ്റർ അടുത്ത്.
തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് ഖലീൽ തങ്ങൾ പാപ്പ നിർമ്മിച്ച വളരെ മനോഹരമായ എത്രത്തോളം ഇതിലേറെയൊക്കെ സൗകര്യമുള്ള വേറെ പള്ളി. തൊട്ടപ്പുറത്ത് കോയൽ മാർക്കറ്റ് പള്ളി, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ റോട്ടിൽ 2-3 പള്ളികൾ. പള്ളികളില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു മലപ്പുറത്ത് ടൗണിൽ. ഒറ്റ പള്ളിയില്ലാത്ത കാലം ഉണ്ടായിരുന്നു. ഇന്ന് സുലഭമാണ് പള്ളികൾ. ഇത്രയടുത്ത് നിസ്കാര സൗകര്യം ഉണ്ടായിട്ട് ആ 21-22,000 ആളുകളിൽ ഒരാൾ പോലും വന്ന് മഗ്‌രിബ് നിസ്കരിച്ചില്ല. ഏറെ കയറ്റാൻ നിൽക്കണ്ട. മതം പറയേണ്ടവർ എന്ന രീതിയിൽ ഇതിനെ എതിർത്തേ പറ്റുള്ളൂ. നമ്മുടെ വികാരം മൊത്തം അതിലേക്ക് മാറ്റലോ, മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാതെ ജീവിക്കലോ, ഭാര്യയോടുള്ള ഇടപാടുകളും കടപ്പാടുകളും റേഷനരി വാങ്ങുന്നത് പോലും മറന്നിട്ട് ഫുട്ബോൾ ജ്വരത്തിൽ മതിമറന്നു പോകലോ. മലപ്പുറത്തുകാരെ പറഞ്ഞു കയറ്റിയിട്ട് നിങ്ങളാണ് ഫുട്ബോളിൻ്റെ ആളുകളെന്നും പറഞ്ഞ് അതിന് വല്ല സ്വകാര്യ വർക്കും നടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും ചെറുപ്പക്കാർ ആലോചിക്കണം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടുമായി നമുക്ക് എന്തു ബന്ധം? നമ്മളെ നൂറ്റാണ്ടോളം പീഡിപ്പിച്ച് പിഴിഞ്ഞ് നമ്മുടെ കോഹിന്നൂർ രക്തം വരെ കൊണ്ടുപോയ ടീം. അർജന്റീനയുമായി നമുക്ക് എന്ത് ബന്ധം? ലോകാടിസ്ഥാനത്തിൽ തന്നെ 100,000-ലധികം പാവപ്പെട്ട പച്ച മനുഷ്യരെ നിർദാക്ഷിണ്യം കൊന്ന്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. 7 മാസമുള്ള ഫലസ്തീനി കുട്ടിയെയാണ് 4-5 വെടിവെച്ച് കൊന്നത്. ഈ 4 വെടിവെക്കാൻ അതിൻ്റെ ശരീരത്തിൽ ഗ്യാപ്പുണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അவ்விധം ക്രൂരത മാത്രം ചെയ്ത ഇസ്രായേലിനെ ലോകരാഷ്ട്രങ്ങളെല്ലാവരും വെറുത്തൊരു സീസണിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത 10 രാഷ്ട്രങ്ങളിൽ 2ാമതായിട്ട് അർജന്റീനയുണ്ടായിരുന്നു. നമ്മളും അതുമായിട്ട് എന്ത് ബന്ധം? നമ്മളും അതുമായിട്ട് എന്ത് ബന്ധം? നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്ത് എല്ലാവരും, സ്പെയിനിന്റെ പ്രസിഡന്റൊക്കെ എത്ര കാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് എല്ലായിടത്തും ഒരേ വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട്. റഷ്യയും നടത്തുന്ന യുദ്ധത്തിൽ ഒരു നീതി, അവിടെ യൂറോപ്യൻസും നാറ്റോയൊക്കെ വേറെ ഒപ്പ്. നേരെ മറിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന തനി തമ്മാടി ഭീകര രാഷ്ട്രം പാവപ്പെട്ട മനുഷ്യരെ നിർദാക്ഷിണ്യം 7 മാസമുള്ള കുട്ടിയെ 4 വെടിവെച്ച് കൊല്ലുമ്പോ അതേക്കുറിച്ചൊരക്ഷരം മിണ്ടാൻ തൻ്റെ ഇടം കാണിക്കുന്നവർ വളരെ കുറവ്. അവരുടെ കൂട്ടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു താരായിരുന്നു സ്പെയിനിന്റെ പ്രസിഡന്റ്. അയാൾ ഈടെയും പറഞ്ഞു ഈ ഒരു കാര്യം, പലവട്ടം പറഞ്ഞു. ഇസ്രായേലിൽ നിന്ന് സ്പെയിനിന്റെ അംബാസഡറെ തിരിച്ചു വിളിച്ചു. ആ സ്പെയിനിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയണത്, പക്ഷേ അവരുടെ ഫ്ലെക്സ് വളരെ കുറവാണ്. ഞാൻ ഈ പ്രസംഗത്തെ കുറിച്ച് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അതേക്കുറിച്ചൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ചു. അവിടെ ഫ്ലെക്സ് ഒരു 500 അടിയിൽ വെക്കണം എന്നൊന്നുമല്ല ഞാൻ പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ദ്രോഹവും അതിനൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ബന്ധം അർജന്റീനയുമായിട്ട്? ലോകം ഇസ്രായേലിനെ വെറുത്ത സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത വളരെ കുറഞ്ഞ ആളുകളിൽ മുന്നിൽ നിന്ന ടീമാണ് ഇവർ. അർജന്റീനയിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്, 2000-ലധികം മുസ്ലിം പള്ളികളുണ്ട്. കഴിഞ്ഞ അവരുടെ ഫുട്ബോൾ ടീമിൽ തന്നെ 2-3 മുസ്ലിങ്ങളുണ്ട്. ഇപ്രാവശ്യത്തെ ഞാൻ കണക്കെടുത്തിട്ടില്ല. അതൊന്നും മറന്നിട്ടല്ല നമ്മൾ പറയണത്. ഏതോ ഒരു അന്യരാജ്യത്തിന് വേണ്ടി നമ്മൾ ആർത്തു വിളിച്ച് ആരോഗ്യം, സമയം, പഠനം, വിദ്യാഭ്യാസം ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ലാഭം എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അന്ന് നടന്ന തല്ല് പിന്നെ വർഷങ്ങളോളം ഒരു മാരകമായ മുറിവായിട്ട് നിൽക്കും എന്നും കണ്ട മനുഷ്യന്മാർ നമ്മളെ പറഞ്ഞ് കയറ്റിക്കുക. നമ്മളില്ലെങ്കിൽ അല്ലോ ഫുട്ബോൾ ലോകകപ്പ് നടക്കാതെ വരുന്നു. ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചു തോന്നുന്നു. നമ്മുടെ ഈ മജീഷ്യൻ മുതുക്കാട് ഒരു ലേഖനത്തിൽ എഴുതിയിരുന്നു, മലപ്പുറത്തുകാരുടെയും മലബാറുകാരുടെയും പ്രാർത്ഥനയിൽ പോലും ഫുട്ബോളാണ്. തള്ളാന്നാണ് ഞാൻ മനസ്സിലാക്കി ആദ്യഘട്ടത്തിൽ. പിന്നെ നേരിട്ട് അനുഭവിച്ചപ്പോൾ എനിക്കത് ബോധ്യമായി. കോംപ്ലക്സ് പള്ളിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് സുബഹിസ്കരിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ബേജാറ് പിടിച്ച് ഓടി വരുന്നു. ആരോ അഡ്മിറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, കാരണം ടൗണിൽ ഫുൾ ആശുപത്രികളല്ലേ. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താ ഒരു പ്രത്യേകമായൊരു വിഷയം പറയണ്ട, കഥച്ചുകൊണ്ട്. ഞാൻ ചിന്തിച്ചു, ഇന്ന് ബ്രസീലിൻ്റെ ഫുട്ബോൾ കളിയാണ്, അതുകൊണ്ട് ഒരു ജയിക്കാൻ വേണ്ടി വരക്കണം എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി
മുതുക്കാട് എഴുതിയത് ശരിയായിരുന്നു. സത്യത്തിൽ പൊതുവെ ഒന്നും അങ്ങനെ ദേഷ്യം വരാത്ത ഒരാളാണ് ഞാൻ. അന്ന് എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ബ്രസീൽ ഇന്ന് 5 ഗോളിന് തോൽക്കും. ഓനങ്ങോട്ട് ചിരിച്ചു, വായൊക്കെ പൊത്തിപ്പിടിച്ച്. ഏത് കാലത്താണ് ജീവിക്കണം? ഓൻ കുറേ ആൾക്കാരെ പേരൊക്കെ പറഞ്ഞു അതിലുള്ള. ഓലൊക്കെ ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെ തോൽക്കാനാന്നുള്ള രീതിയിലാണ് മൂപ്പരാള്. ഞാൻ പറഞ്ഞു 5 ഗോളിന് എൻ്റെ ബ്രസീൽ ഇന്ന് തോൽക്കും. അന്നായിരുന്നു അവർ 7-1 തോറ്റത്. ഞാനത് പറഞ്ഞുകൊണ്ടാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ലേ. 7-1 അന്നാണ് അവർ തോറ്റത്. അന്ന് തന്നെയും, അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്, നമ്മുടെ ഈ മക്കരാപറമ്പ് മേഖലയിൽ ഒരു ഉസ്താദ് പ്രസംഗിച്ചു, അമിതമായ ജ്വരം മാറ്റണം, കാരണം കുറേ നഷ്ടം വരുന്നുണ്ട്. പള്ളിയുടെ മുമ്പിൽ വലിയ ഫ്ലെക്സ് വന്നു. 3 മണിയായപ്പോഴേക്ക് പള്ളിയിൽ ഉസ്താദ് എന്ത് പറഞ്ഞാലും കപ്പ് ബ്രസീലിൻ്റെ തന്നെ. 7-1 തോറ്റു. ഇതിന് ഈ ഒരു ഭ്രാന്തിനെ നമ്മൾ എന്ത് പറയണം? ഇതിൻ്റെ മതവശമല്ല, ഇതിൻ്റെ ആരോഗ്യം ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസം ആലോചിച്ച് നോക്കൂ, കുടുംബ ബന്ധം ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ മയക്കുമരുന്ന് മദ്യം പോലത്തെ ഇതിൻ്റെ വ്യാപനത്വത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ, സാമ്പത്തികമായ നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കൂ. അങ്ങനെ വരുമ്പോൾ ഇത് അനുവദനീയാണെന്ന് പറയാൻ ഒത്തിരി പ്രയാസം ഉണ്ടാകും. ഓരോ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ബ്രസീൽ അവിടെ നടന്നു, 2 പ്രാവശ്യത്തിൻ്റെ മുന്നേയുള്ള ലോകകപ്പ് അവിടെയാണ് നടന്നത്. അതിനുശേഷം അവർ വലിയ ദാരിദ്ര്യത്തിലേക്ക് എത്തിയെന്നാണ്. സ്റ്റേഡിയം ഉണ്ടാക്കണം, ആ നിർമ്മാണ കാലത്ത് കുറച്ച് ആളുകൾക്ക് ജോലിയൊക്കെ കിട്ടും, പിന്നെയോ വെറുതെ കിടക്കും. ഇനി സൗദി അറേബ്യ അത് സ്റ്റേഡിയം നിർമ്മിക്കാനിരിക്കുന്നു. ഒരു തൂണിലാണ് സ്റ്റേഡിയം, ഒരു തൂൺ, ആ തൂണിൽ ഒരു സ്റ്റേഡിയം. സ്റ്റേഡിയം എന്നൊക്കെ പറയുമ്പോഴേക്ക് ഈ പള്ളിൻ്റെ അത്രയൊന്നും മനസ്സിലാക്കുമോ? പടച്ചോനെ, ആ വലിയ സംഭവം ഒരു തൂണിലാണ് ഉണ്ടാവുന്നത്. എത്ര പണം വേണ്ടി വരും? നമ്മുടെ ഇന്ത്യ പോലെയുള്ള ദരിദ്ര രാജ്യങ്ങളാണ് ക്രിക്കറ്റിൽ മുന്നിലുള്ളത്. എന്താ കൗതുകം എന്ന് എനിക്കറിയില്ല. അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ഇന്ത്യ പട്ടിണിക്കാരാണ് അതിലെ ഏറ്റവും വലിയ സ്റ്റാറുകൾ. കണ്ടുപിടിച്ചു എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലണ്ടും പിന്നെ ഓസ്ട്രേലിയയും കുറച്ച് സമ്പന്ന രാജ്യങ്ങൾ അവരതിലുള്ളത്. ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്ന കോടികൾ, അതൊരു നിർമ്മാണാത്മകമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്പോർട്സിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് കൊണ്ട് കിട്ടുന്ന എന്താണ്? അന്താരാഷ്ട്ര തലത്തിലൊരു നല്ല പ്രതിച്ഛായ കിട്ടും. ഇപ്പൊ ക്രിക്കറ്റിൽ അമേരിക്ക തീരെ സ്റ്റാർ അല്ല, അതുകൊണ്ട് അവർക്ക് വല്ല പ്രതിച്ഛായും കുറവുണ്ടാവും. അപ്രകാരം തന്നെയാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. ഒരു ലോകകപ്പൊക്കെ വരുമ്പോഴത്തേന് റോഡ് നന്നാവും, പക്ഷെ അതിൻ്റെ മറുവശം ഉണ്ടാവും, കുറേ പാവപ്പെട്ടവന്മാരുടെ വീടും കടയും പൊളിഞ്ഞു പോയിട്ടുണ്ടാവും, കുറേ മാർക്കറ്റ് തൂത്ത് മാറ്റിയിട്ടുണ്ടാവും. ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ കുറേ കോൺട്രാക്ടർമാർക്കും കുറേ ലേബേഴ്സിനും പണി കിട്ടും. പക്ഷേ ഈ വലിയ വലിയ സ്റ്റേഡിയങ്ങൾ 10 രൂപ നിർമ്മിക്കുന്നതിൻ്റെ കോടാനക്കോടികൾ അതെങ്ങനെ ലാഭത്തിലേക്ക് എത്തുക? ആ സ്റ്റേഡിയം പൊതുവെ പിന്നീട് പുല്ല് മുളച്ച് ഉപയോഗശൂന്യമായി കിടക്കും. പിന്നെ അതുകൊണ്ട് കിട്ടുന്ന ചില സാധനങ്ങൾ ടൂറിസം വികസനമാണ്. കള്ള് നല്ലോണം ചിലവാകുന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ധാർമ്മിക വശങ്ങളെ കുറിച്ച് ഞാൻ പറയണം. വിദേശികളൊക്കെ എത്തുമ്പോൾ ഖത്തറിൽ കടായി ഫുട്ബോൾ കളി കഴിഞ്ഞപ്പോഴേക്കും എന്തേ കള്ള് നിരോധിച്ചു. അവർ കള്ള് നിരോധിച്ചു എന്ന് പറഞ്ഞാൽ കളി കാണാനും കളിക്കണീൻ്റെ മുന്നേ ഒന്നും കുടിക്കാൻ പറ്റൂല എന്ന്. സ്പെഷ്യൽ ബാറുകളൊക്കെ ഒന്ന് തുറന്നു, കാരണം വിദേശികൾ അവിടെ നിൽക്കണമെങ്കിൽ കള്ള് കുടിക്കണം. അതുകൊണ്ട് തന്നെ ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യേണ്ടാത്ത, ഒരു കലാപവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഏക ലോകകപ്പ് ഫുട്ബോളായിരുന്നു കഴിഞ്ഞ വർഷം ഖത്തറിൽ നടന്നത്. എന്നാൽ കള്ളൊഴിവാക്കി. ഈ സാധനം ഉള്ളിലേക്ക് ചെന്നാൽ പിന്നെന്ത് സംഭവിക്കും? പണ്ടത്തെ കവിത ഉണ്ടല്ലോ, ഭൂലോകം തരികിടതിത്തൈ, അതന്നെ. പിന്നെ സംഭവിക്കുക എന്ത് എന്നുള്ളത് അവർക്കൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. ദേശീയമായ ഐക്യം, ജനങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് ഉഷാറാവുന്നതാണ്. അതിന് നേരെ മറുവശമാണ് തോൽക്കണ സമയത്ത് ഭയങ്കരമായ ടെൻഷനും ഉണ്ടാവില്ല. എല്ലാവരും ജയിക്കൂലല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ചില ഫുട്ബോൾ ടീമുകൾ, വമ്പന്മാർ, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, ഇങ്ങനെ ലിവർപൂൾ, ഇവരൊക്കെ തോറ്റാൽ അവരുടെ ആരാധകർ തന്നെ ആക്രമിക്കാൻ ഇറങ്ങും. വർഗീയതകൾ, അതിൻ്റെ ഇടയിൽ നടക്കുന്ന കലാപങ്ങൾ, വംശ ഹത്യാശ്രമങ്ങൾ, ഇതിനിടയ്ക്ക്
ഏറ്റവും വലിയ വൃത്തികേടുകളൊക്കെ നടക്കുന്നു, എല്ലാം സംഭവിക്കുന്നു. ഇപ്പൊ സ്പോർട്സിന് വേണ്ടി കോടികൾ ചെലവഴിക്കുമ്പോൾ കക്കൂസില്ലാത്ത പകുതി ജനങ്ങളുള്ള ഇന്ത്യയാണ് നമ്മുടെ നാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പട്ടിണിയുടെ നിലവാരത്തിൽ 107 രാജ്യങ്ങളുടെ കണക്കിൽ 103-ാമത്തതോ 4-ാമത്തതാണ് നമ്മുടെ ഇന്ത്യ എന്ന് മനസ്സിലാക്കണം. അവരോഹണക്രമത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4-ാം സ്ഥാനം കിട്ടും. ഇപ്പൊ ഇന്നലെ തമിഴ്നാട്ടിലെ ഒരു നല്ല ചെസ് കളിക്കാരൻ ഏതോ ഒരു കാൾസനെ തോൽപ്പിച്ചു വന്നു. ആ വിഷയത്തിൽ വലിയ മഹത്വമാണ് അത്ര, അത് നമുക്കത് വലിയ ബോധമല്ല. പ്രജ്ഞാനന്ദ എന്നാണ് അയാളുടെ പേര്, ഞാൻ വായിച്ചു തോർക്കണം. അയാൾ വന്ന ഉടനെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി 50 ലക്ഷം രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത്. അയാൾക്ക് കിട്ടിയതിൽ നമുക്ക് അസൂയ വിഷമമൊന്നുമില്ല കേട്ടോ. പക്ഷേ 50 ലക്ഷം ആ മുഖ്യമന്ത്രി അയാളുടെ സ്വന്തം പൈസ കൊടുത്തതായിരിക്കുമോ? സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ നിവൃത്തികേട് കൊണ്ട് നമ്മുടെ നാടുകളിൽ പാട്ടപെറുക്കി നടക്കുന്ന കുറേ തമിഴ് സ്വദേശികളുണ്ട്. അവരുടേതുകൂടെയാണ് ഈ നികുതിപ്പടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നിവൃത്തികേട് കൊണ്ട് നമ്മൾ കുടിച്ച് വലിച്ചെറിയുന്ന വാട്ടർ ബോട്ടിൽ 1 കിലോക്ക് കുറഞ്ഞ വില അത് കിട്ടുള്ളൂ. വാട്ടർ ബോട്ടിൽ 1 കിലോ ആവണം എന്നുണ്ടെങ്കിൽ എത്ര എണ്ണം പെറുക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 1000 ഗ്രാമിലേക്ക് ഈ വാട്ടർ ബോട്ടിൽ എത്തണമെങ്കിൽ എത്ര എണ്ണം പെറുക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അമ്യത്തുണ്ടോ എന്ന് ചോദിച്ചു വരുന്നു, പുറകെ വിളിക്കാണ്ടോ എന്ന് ചോദിച്ചു വരുന്നു. ഇന്നലെ എൻ്റെ അടുത്ത് വന്നു, തെങ്ങ് ഞാൻ പണിയെടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു സാധു തമിഴ്നാട്ടുകാരൻ. അയാളുടെ പേര് അമ്പ് എന്നാണ്. അമ്പല്ല, അമ്പ്, ഹൃദയം. ഞാനയാളുടെ പേരൊക്കെ ചോദിച്ചു. പെരുമഴ ഉണ്ടാകുന്ന സമയത്ത് തെങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന ചാണകമൊന്നും താഴ്ക്കുമില്ല, അതിങ്ങനെ കോൺക്രീറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ മഴ ഒന്ന് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ നടക്കുന്ന തമിഴ്നാട്ടിലെ മാത്രം വിഷയമൊന്നും അല്ല അത്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലും കേരളത്തിലും. ഇവർക്കൊക്കെ അവകാശപ്പെട്ട ഈ ഒരു സമ്പത്ത് 50 ലക്ഷം ഒന്നിച്ചൊരാൾക്ക് ഈ ഒരു സ്പോർട്സിന്റെ കാരണത്താൽ മാത്രം നൽകുമ്പോൾ അത് എത്രമേൽ നീതിയുക്തം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലേ. അത് ചെയ്യണേനെ എതിർക്കാണോ? നമ്മൾ എതിർത്തിട്ട് കാര്യമുണ്ടോ? അതൊന്നുമല്ല. പക്ഷെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ രാഷ്ട്രവും സമൂഹവും മൊത്തം ഇത്തരം സ്പോർട്സ് വഴി നഷ്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ അത് പാടില്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഒക്കെ കാര്യം ആലോചിച്ച് നോക്കൂ. ടെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് 3 എണ്ണം നടക്കുമ്പോഴാണ് ശരിക്കും കളി ജയിക്കുക. ഒരെണ്ണത്തിന് 5 ദിവസമെങ്കിലും വേണം. ഒരു ടീം മറ്റേ ടീമിനെ 1-2 ദിവസം കൊണ്ട് തോൽപ്പിച്ചാൽ ഒഴിക്കുക. അപ്പോൾ നേരാവണ്ണം കളി നടക്കുകയാണെങ്കിൽ 15 ദിവസം. 15 ദിവസം കളിക്കാർ മാത്രമല്ല, അതിനെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ആ ത്രില്ലിലായിരിക്കും. അവർ ജോലി ചെയ്യുന്നുണ്ടാവും, പക്ഷെ കളിയിലായിരിക്കും ശ്രദ്ധ. അവർ സ്കൂളിൽ പോകുന്നുണ്ടാവും, ഇപ്പം എത്ര ഓവറായി, ഇനി എത്ര ബാക്കിയുണ്ട് എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. ഇങ്ങനെ വരുമ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെ തന്നെ തോൽപ്പിക്കും. അതുകൊണ്ടാവണം റഷ്യയിൽ, അതുകൊണ്ടാവണം അമേരിക്കയിൽ, വലിയ വലിയ രാജ്യങ്ങളിൽ ഒന്നും ഈ ക്രിക്കറ്റ് ഇല്ലാത്തതെന്ന് തോന്നാറുണ്ട്. അല്ലാഹു അഅലം. രാഷ്ട്ര പുരോഗതിയെ തടയുന്നത് ഇவ்விധത്തിലേക്കല്ല നമ്മുടെ കളിക്കമ്പം മാറേണ്ടത്. അവസാനിപ്പിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായി ഗുണം കിട്ടുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഓർക്കണം, അത് ചെയ്യാൻ ശ്രമിക്കണം. 50 വയസ്സായ ഡോക്ടർ നിർബന്ധിച്ചാൽ മാത്രം നടക്കുക എന്നുള്ളതല്ല, നടന്നുകൊണ്ടിരിക്കുക. ചെറുപ്പം മുതൽ എക്സസൈസ് ചെയ്യുക, ശീലിക്കുക. ഞാൻ റസൂലോരുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കാര്യത്തിലും ഒരു ഉഷാറില്ല, എപ്പോഴും കട്ട് ഓഫ് എന്ന് പറഞ്ഞ സഹാബി വര്യനോട് റസൂലുള്ളാഹി ഔഷധം എഴുതി കൊടുക്കുകയല്ല ചെയ്തത്, നിന്റെ നടത്തം നീ സ്പീഡ് കൂട്ടണം എന്ന് പറയായിരുന്നു. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ജോഗിങ് നടത്തണം. ആ റംലടത്തൊക്കെ അല്ല, ഒന്ന് കുലുങ്ങി നടക്കണം. തഹജ്ജുദ്, രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് 2 മണിക്കൂർ നമ്മുടെ ഈ ടർഫുകളിൽ പോയിട്ട് പന്തളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. എന്താ എഴുന്നേറ്റിട്ട് ഒരു 40 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൂടാ, 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിച്ചുകൂടാ, പിന്നെ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചുകൂടാ? ശീർഷാസനത്തിനേക്കാൾ ഗുണപ്രദമാണ് സുജൂദ് എന്നാണ് ആരോഗ്യശാസ്ത്ര പഠനം. ശീർഷാസനം തല കുത്തനെ നിന്നിട്ട് കാല് മേലക്കാക്കി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് മൊത്തം കുറേ അങ്ങോട്ട് തലച്ചോറിലേക്ക് എത്തിക്കുന്ന രീതിയാണ്.
മുഖപ്രസന്നത ഉണ്ടാവും, ബുദ്ധി വൈഭവം ഉണ്ടാകും, തലച്ചോറ് കൃത്യമായി പ്രവർത്തിക്കും. അത് വരുമ്പോൾ ആരോഗ്യം വലുതാവും. അനാരോഗ്യപരമായ പ്രവണത വരുമ്പോൾ തലച്ചോറിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള മെസ്സേജ് പോകും. അതിന് കൃത്യമായി ആരോഗ്യം ഉണ്ടാവണം തലച്ചോറിന്. അതിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ് ഈ ശീർഷാസനം. പക്ഷേ ഹാർട്ട് അറ്റാക്കുകാർക്ക് അത് പറ്റൂല, ബ്ലഡ് പ്രഷറുകാർക്ക് അത് പറ്റൂല, ഷുഗർ രോഗികൾക്ക് പറ്റൂല. അതിൻ്റെ അതേ ഫലം നമ്മുടെ സുജൂദ് കൊണ്ട് ലഭ്യമാണെന്ന് ഔദ്യോഗികമായ പഠനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നു. 5 നേരം നസ്യം ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് ഒതെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം എന്നാണ്. വെള്ളം ഇങ്ങനെ നനച്ചിട്ട് കുളഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തിരിയണം എന്നല്ല, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. ശ്വാസകോശ സംബന്ധിയായ ഒരു അസുഖവും വരാൻ പാടില്ലെന്ന് ആരോഗ്യരംഗത്ത് വളരെ വലിയ വിദഗ്ധരുടെ പ്രഭാഷണങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്. എന്തൊരു 40 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാലെന്ന് ഒരു 4 റക്അത്ത് തസ്ബീഹ് നിസ്കരിക്കുക, സുജൂദിൽ അങ്ങനെ കിടക്കുക, 10 പ്രാവശ്യം സുബ്ഹാന ചെല്ലുന്ന അതുവരെയും രക്തം നല്ല വരും, ബുദ്ധി കൂടും, ആരോഗ്യം വർദ്ധിക്കും. ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതം എന്തിനാണെന്നുള്ളതാണ്. എത്ര ചെറുപ്പക്കാരാണ് അകാരണം എന്ന് നമുക്ക് പറയാൻ പറ്റും വിധം മരിച്ചു പോണത്. ഇന്നലെ ആ കൊന്നാറ് കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ് മരണപ്പെട്ടിട്ടുണ്ട്. 45 വയസ്സും കണ്ടാണ് പ്രായം. ഇത്രയൊക്കെയല്ലേ നമ്മുടെ ജീവിതമുള്ളൂ. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്നതിനെ കുറിച്ച് നല്ല ബോധം വേണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ, റഹിമല്ലാഹു അഖി യഹ്യ, എൻ്റെ പ്രവാചക സഹോദരൻ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ, ഹീന ദഅാഹു സുബ്യാനു ഇലൽ ലഅബി വഹുവ സഗീർ. അദ്ദേഹത്തെ ചെറിയ കുട്ടികളായിരിക്കുന്ന ആ കാലത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് മറ്റു കുട്ടികൾ വന്നിട്ട് കളിക്കാൻ വിളിച്ചു. ഫഖാൽ, മഹാൻ പറഞ്ഞു, അലിൽ ലഅബി ഖുലിഖ്നാ, ഇങ്ങനെ കളിച്ച് അർമാദിച്ച് നടക്കാനാണോ നമ്മളെ പടച്ച റബ്ബ് പടച്ചത്? ഫകൈഫ ബിമൻ അദ്റകൽ അൽ ഹിൻസ മിൻ മഖാലിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക. ഇത് വലിയ സഹീഹായ ബുഖാരി ഷരീഫിലുള്ള ഒരു ഹദീസൊന്നുമല്ല, എന്നാലും നമുക്ക് വഅദിലും ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പ്രമാണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ആ വലിയ ആളുകളുടെ കഥ പിന്നെ എന്താന്ന്? നമുക്ക് പോകല്ലേ ഫ്ലെക്സ് കെട്ടാൻ, നേരം വെളുക്കോളം ഉറക്കം വെച്ചിട്ട് ഫ്ലെക്സ് കെട്ടാൻ വേണ്ടി വിളിക്കുമ്പോൾ അലി ഹാദാ ഖുലിഖ്നാ, ഇതിനായിരുന്നോ നമ്മളെ പടച്ചത് എന്ന് ചോദിക്കാനുള്ളൊരു ഈമാനിലേക്ക് ഉയരണം. വിദ്വേഷം ഉണ്ടാവാനല്ല, സൗഹൃദം തെറ്റാനൊന്നുമല്ല. നമ്മുടെ പരമമായ ലക്ഷ്യം പഠനം, വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികമായ ഭദ്രതയുണ്ടാക്കൽ, വീട് നിർമ്മാണം, മക്കൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ, അതോടൊപ്പം ആത്മീയമായ ഉയർച്ച, വരൾച്ചയല്ല. റബീഅ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ ഒരു സന്ദർഭത്തിൽ വളരെ മികച്ചൊരു സേവനം ചെയ്ത കഥ നമുക്കറിയാം. അവിടുന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തഹജ്ജുദിന് വെള്ളമിട്ട് നിൽക്കുകയാണ് മഹാനുഭാവൻ. സംപ്രീതനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമ്പിച്ചൊരു ഓഫർ കൊടുത്തു. സല്ലി യാ റബീഅ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ബുദ്ധിമാനായ മഹാൻ മക്കളുടെ കല്യാണം പറഞ്ഞില്ലേ, ജോലി പറഞ്ഞില്ലേ, വീട് നിർമ്മാണത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ, പരമമായ വീടിനെ കുറിച്ച് ആവശ്യപ്പെട്ടു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാവണം. സ്വർഗത്തിൽ എവിടെയെങ്കിലും എത്തിയ പോരാ, അങ്ങയുടെ കൂട്ടുകാരനാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികവും അഭൗതികവും സഹാബത്ത് ചോദിച്ച് നമ്മളെ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൗതികം ചോദിക്കാം, അഭൗതികം ചോദിക്കാം, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് അഭൗതികമായി തന്നെ ചോദിക്കുന്നു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സുലൈ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അവഗൈറ ദാലിക യാ റബീഅ, അതല്ലാത്ത മറ്റെന്തെങ്കിലും ചോദിക്കാവോ റബീഅത്തെ? ദാഖഹു യാ റസൂലല്ലാഹ്, ഞാൻ ഖിദ്മത്ത് ചെയ്ത് പോകാൻ വന്നതല്ലേ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു? അത് മാത്രം മതി. ബുദ്ധിമാനായ മനുഷ്യൻ അതുമ്മ തന്നെ പിടിച്ചു. റസൂലുള്ളാഹി സമ്മതിച്ചു, തരാം തരാം. പക്ഷെ അവിടുന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടു, സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന്. സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണേ. ഏറ്റവും പുണ്യപ്പൂമാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെയാണ് സ്വർഗം, സ്വർഗത്തിലെ സൗഹൃദം ഒക്കെ റെഡിയാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
കൊടുത്തു. പിന്നെ എന്തിനാണ് ഇപ്പൊ ഹെൽപ്പിങ്? നമ്മളെപ്പോലത്തവർ ബോധവാന്മാരാകാൻ. റസൂലുള്ളാഹി കൊടുത്തില്ലേ, ഇനിയിപ്പോ കിട്ടാൻ അദ്ദേഹം സുജൂദ് വർദ്ധിപ്പിച്ചിട്ട് വേണോ? ഒരു കാര്യമില്ല, ആവശ്യമില്ല. പിന്നെ എന്തിനാണ് റസൂലുള്ളാഹി അങ്ങനെ ഒരു കണ്ടീഷൻ ആഡ് ചെയ്യണത്? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല രീതി, സഹായകമായ കർമ്മം സുജൂദാണ്, നിസ്കാരമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ. അതിനുവേണ്ടി സമയം കാണുക. നല്ല സ്വഭാവത്തിൽ, വിദ്വേഷമില്ലാതെ, മയക്കുമരുന്ന് ഉപയോഗിക്കാതെ, എല്ലാവരോടും സൗഹൃദം, കുടുംബത്തോട് ബാധ്യതകൾ നിർവഹിച്ച് ജീവിക്കുക. അതിന് തടസ്സമാകുന്ന എല്ലാം, ഫുട്ബോൾ ആണെങ്കിലും സിനിമയാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മയും നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും ഇരുലോകത്തും വിജയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു ഉൾക്കൊള്ളിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.